أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത്ത് ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചാണ് വിവരിച്ചു വരുന്നത്. അത് സംബന്ധിച്ചു തന്നെയായിരിക്കും ഇന്നും ഇവിടെ വിവരിക്കുന്നത്. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു പറയുന്നു, ഹസ്രത്ത് ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് ഒരു നിവേദനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശത്തിന്റെ വെളിച്ചത്തിൽ പിൽക്കാലത്ത് ഹസ്രത്ത് ഉമർ യമനിൽ നിന്നും ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും പുറത്താക്കിയപ്പോൾ അദ്ദേഹം അവരുടെ ഭൂമി വിലയ്ക്ക് വാങ്ങിയിരുന്നു. ഇക്കാര്യത്തെ കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും വ്യവഹാരത്തിലുണ്ടായിരുന്ന യമനിലെ ഭൂമി ഖിറാജി ആയിരുന്നു, അഥവാ റവന്യൂ ലാൻഡ് ആയിരുന്നു. എന്നാൽ ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അവരിൽ നിന്നും അത് വിലക്കെടുക്കുകയും അവരെ അറേബ്യൻ ഉപദ്വീപിൽ നിന്നും പുറത്താക്കുകയും ചെയ്ത ശേഷം ആ ഭൂമി റവന്യൂ ഭൂമി ആയിരുന്നെങ്കിൽ കൂടി നിയമപരമായി അത് ഭരണകൂടത്തിന്റെ സ്വത്തായി ഗണിക്കപ്പെട്ടിരുന്നു. അദ്ദേഹം ആ ഭൂമി അവരിൽ നിന്നും പിടിച്ചെടുത്തതല്ല, മറിച്ച് വിലയ്ക്ക് വാങ്ങിയതായിരുന്നു. ഫതഹുൽ ബാരി എന്ന ബുഖാരി വ്യാഖ്യാനത്തിൽ ഇപ്രകാരം ഒരു ഹദീസ് രേഖപ്പെട്ടിരിക്കുന്നു: അൻ യഹ്യ ബിൻ സഈദ് അൻ ഉമറിൻ അജ്ല അഹ്ലു നജ്റാനിൻ വൽ യഹൂദ് വന്നസാറ വഷ്തരി ബയാസ അർദിഹിം വഖറൂമിഹിം. അതായത് യഹ്യ ബിൻ സഈദ് നിവേദനം ചെയ്യുന്നു, ഹസ്രത്ത് ഉമർ നജ്റാനിലെ മുശ്രിക്കീങ്ങളെയും ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അവിടെ നിന്നും നാടുകടത്തുകയും അവയുടെ ഭൂമികളും തോട്ടങ്ങളും വിലക്കെടുക്കുകയും ചെയ്യുകയുണ്ടായി. ഒരു കാര്യം സ്പഷ്ടമാണ്, ജൂതന്മാരുടേത് പട്ടയഭൂമിയാണെന്ന് കരുതാനാകില്ല. കാരണം അങ്ങനെ വന്നാൽ അതിന്റെ ഉടമസ്ഥത ഏതെങ്കിലും ഒരു മുസ്ലിമിനാകുമായിരുന്നു. അപ്പോൾ ജൂതന്മാരോട് അത് വാങ്ങേണ്ട പ്രശ്നം തന്നെ ഉദിക്കുന്നില്ല. ആയതിനാൽ അത് നിശ്ചയമായും റവന്യൂ ഭൂമിയായിരുന്നു, ഇന്ത്യയിലുള്ള ഭൂമി റവന്യൂ ആയി കണക്കാക്കപ്പെടുന്നത് പോലെ. എന്നാൽ ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അതിനെ റവന്യൂ ഭൂമിയായി കണക്കാക്കിക്കൊണ്ട് ഭരണകൂടത്തെ അതിന്റെ ഉടമസ്ഥനാക്കുകയും അതിനെ കൈവശപ്പെടുത്തുകയുമല്ല ചെയ്തത്. ഇനി ആരെങ്കിലും തന്നെ ആ ഭൂമി റവന്യൂ ആണോ അല്ലെങ്കിൽ പട്ടയമുള്ളതാണോ എന്ന് സമ്മതിക്കാതെ മറ്റേതെങ്കിലും വിധത്തിലുള്ളതാണെന്ന് പറയുകയാണെങ്കിൽ ആ ചിന്ത തന്നെ വൃഥാവിലാണ്. അത് ഇസ്ലാമിക ശരീഅത്തിനെ കുറിച്ച് അജ്ഞതയുള്ള ആളുടെ കാര്യമാണ് വെളിവാക്കുന്നത്. ഇസ്ലാമിന് റവന്യൂ ഭൂമി, പട്ടയഭൂമി എന്ന നിലയിലല്ലാത്ത ഭൂമിയുടെ സങ്കല്പം ഇല്ല. എന്നാൽ വെറുതെ കിടക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയില്ലാത്ത ഭൂമി ഉണ്ടായെന്ന് വരാം. എന്തായാലും ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും നജ്റാൻ വാസികളായ മുശ്രിക്കീങ്ങളുടെയും ഭൂമി റവന്യൂ ഭൂമി ആയാലും പട്ടയഭൂമി ആയാലും രണ്ട് അവസ്ഥയിലും അതിന്റെ ഉടമസ്ഥരായി ഹസ്രത്ത് ഉമർ അതിനെ അധീനപ്പെടുത്തിയവരെ കണക്കാക്കുകയും അവരോട് ആ ഭൂമി വാങ്ങുകയുമാണ് ചെയ്തത്. ഇസ്ലാമിൽ യുദ്ധ തടവുകാരെ അല്ലാതെ അടിമകളാക്കി വയ്ക്കുന്നത് വിലക്കിയത് സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു പറയുന്നു, അള്ളാഹു പറയുകയാണ്, തുരീദൂന അർദ ദുനിയ, അതായത് അല്ലയോ മുസ്ലിങ്ങളെ, മറ്റുള്ളവരെ പോലെ നിങ്ങളും ആഗ്രഹിക്കുന്നത് അന്യ സമുദായക്കാരെ പിടികൂടി സ്വന്തം ശക്തിയും കരുത്തും വർദ്ധിപ്പിക്കാനാണോ? വല്ലാഹു യുരീദുൽ ആഖിറ, അള്ളാഹു ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ലോകത്തിന് പിറകെ ചലിക്കണമെന്ന്. അള്ളാഹു ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ശുഭ പര്യവസാനം നൽകുന്ന കാര്യങ്ങൾ നിങ്ങളോട് കൽപ്പിച്ച് അപ്രകാരം നിങ്ങളെ വഴി നടത്തുവാൻ, അതുപോലെ പരലോകത്ത് നിങ്ങൾക്ക് ദൈവപ്രീതിയും ദൈവത്തിന്റെ അഭീഷ്ടവും ലഭിക്കാനുമാണ്. അപ്രകാരം നിങ്ങൾക്ക് അർഹത ലഭിക്കാനുമാണ്. അതിനായി നിങ്ങൾ യുദ്ധവേളയിൽ പിടികൂടിയ തടവ് പുള്ളികളെ അല്ലാതെ മറ്റാരെയും ബന്ധനസ്ഥനാക്കാതിരിക്കുക എന്നതാണ് നിങ്ങൾക്ക് ഉത്തമം. ഈ കൽപ്പന ഇസ്ലാമിന്റെ തുടക്കൽ മുതൽക്കേ പാലിക്കപ്പെട്ടിരുന്നു. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു ഖലീഫ ആയിരുന്നപ്പോൾ ഒരിക്കൽ യമനിലെ ജനങ്ങളുടെ ഒരു സംഘം അദ്ദേഹത്തിനടുത്ത് വന്നു. അവർ ഇപ്രകാരം പരാതി ബോധിപ്പിച്ചു: ഇസ്ലാമിന് മുമ്പ് ക്രിസ്ത്യാനികൾ
ഞങ്ങളെ യുദ്ധം ഒന്നും കൂടാതെ തന്നെ വെറുതെ ബലപ്രയോഗത്താൽ അടിമകളാക്കി വെച്ചിരിക്കുകയാണ്. മുമ്പ് ഞങ്ങൾ ഒരു സ്വതന്ത്രരായ ഗോത്രവാസികളായിരുന്നു. ഞങ്ങളെ ഈ അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രരാക്കിയാലും. ഹസ്രത്ത് ഉമർ പറഞ്ഞു, ഈ സംഭവം ഇസ്ലാമിന് മുമ്പുള്ളതാണ്. എങ്കിൽ കൂടി ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്നതാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് തെളിഞ്ഞാൽ നിങ്ങൾ ഉടനടി സ്വതന്ത്രരാകുന്നതുമാണ്. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു ഇവിടെ ഇസ്ലാമിനെയും യൂറോപ്പുകാരെയും തുലനം ചെയ്തുകൊണ്ട് പറയുന്നു, ഹസ്രത്ത് ഉമർ റളിയല്ലാഹു നടപ്പിലാക്കിയ ഇസ്ലാമിക അധ്യാപനമായിരുന്നു അത്. അദ്ദേഹം അവർക്ക് അക്കാര്യത്തിൽ ആശ്വാസവുമേകി. എന്നാൽ ഇതിന് വിപരീതമായി യൂറോപ്പിൽ എന്താണ് സംഭവിക്കുന്നത്? യൂറോപ്പുകാർ തങ്ങളുടെ കച്ചവടങ്ങളെയും കൃഷികളെയും അഭിവൃദ്ധിപ്പെടുത്താനായി 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ അടിമ സമ്പ്രദായത്തെ തുടർന്നു പോന്നിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നും അമുസ്ലിം അടിമകളെ കുറിച്ചുള്ള വിവരണങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ കൂടി അടിമ സമ്പ്രദായത്തിലൂടെ രാജ്യത്ത് കച്ചവടത്തിനോ കൃഷിക്കോ ഇസ്ലാമിൽ പ്രചാരം നൽകിയതായി ഒരിടത്തും കാണാനാകില്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടേയില്ല. ഒരിക്കൽ ഹസ്രത്ത് ഉമറിന്റെ കാലഘട്ടത്തിൽ വളരെ ശക്തമായ വരൾച്ച നേരിട്ടു. മദീനയിലും പ്രാന്തപ്രദേശങ്ങളിലും രൂക്ഷമായ ക്ഷാമമുണ്ടായി. ശക്തമായ കാറ്റടിക്കുമ്പോൾ ചാരം കണക്കെ മണ്ണ് പറക്കുമായിരുന്നു. അക്കാരണത്താൽ ആ വർഷത്തെ ആമുർ റമാദ അഥവാ ചാരത്തിന്റെ വർഷം എന്നു പോലും വിളിക്കപ്പെട്ടു. മഴയില്ലാത്ത കാരണത്താൽ ഭൂനിലങ്ങൾ മുഴുവൻ കറുത്തിരണ്ട് ചാരത്തിന് സദൃശമായി തീർന്നിരുന്നു. 9 മാസങ്ങളോളം ഈ അവസ്ഥ തുടർന്നു. ഹിസാം ബിൻ ഹിഷാം തന്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, ഹിജ്റ 18-ന് ജനങ്ങൾ ഹജ്ജ് കഴിഞ്ഞു മടങ്ങവേ വളരെയധികം പ്രയാസങ്ങൾ നേരിട്ടു. രാജ്യത്ത് കൊടും വരൾച്ച ഉണ്ടായി. കന്നുകാലികൾ മരണപ്പെട്ടു. ജനങ്ങൾ വിശപ്പ് കൊണ്ട് മരിക്കാൻ തുടങ്ങി. ഏതുവരെ എന്നാൽ ജനങ്ങൾ ജീർണിച്ച അസ്ഥിപഞ്ജരങ്ങൾ പൊടിച്ച് വെള്ളത്തിൽ കലക്കി കുടിക്കാൻ തുടങ്ങി. അതുപോലെ എലികളുടെയൊക്കെ മാളം തുരന്ന് അവയെ പിടിച്ചു തിന്നാനും തുടങ്ങി. ഹസ്രത്ത് ഇബ്നു ഉമറിൽ നിന്ന് നിവേദനം, ഹസ്രത്ത് ഉമർ ബിൻ ഖത്താബ് ആമുർ റമാദിൽ ഹസ്രത്ത് അമ്ര ബിൻ ആസിന് ഒരു കത്തയച്ചു. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. അള്ളാഹുവിന്റെ ദാസനായ ഉമർ അമീറുൽ മുഅ്മിനീൻ ആസ് ബിൻ ആസിയുടെ പേരിൽ എഴുതുന്നത്. നിനക്ക് ദൈവരക്ഷയുണ്ടാകട്ടെ. അമ്മാബാദ്, താങ്കൾ എന്നെയും എൻ്റെ പക്കലുള്ളവരെയും മരിച്ചത് കാണാനാണോ ആഗ്രഹിക്കുന്നത്? താങ്കളും താങ്കളുടെ പക്കലുള്ളവരും മാത്രം ജീവിച്ചിരിക്കാനാണോ ആശിക്കുന്നത്? ആരെങ്കിലും ഉണ്ടോ സഹായം ചെയ്യാനായി? അദ്ദേഹം 3 തവണ സഹായം 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 എന്നെഴുതി. അതിന് മറുപടിയായി ഹസ്രത്ത് അമ്ര ബിൻ ആസ് എഴുതി, ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. ആരാധനക്കർഹൻ മറ്റാരുമില്ലാത്തവനായ അള്ളാഹുവിന്റെ ദാസന് എഴുതുന്നത്. അമ്മാബാദ്, താങ്കളുടെ പക്കൽ സഹായം ഇതാ എത്തിക്കഴിഞ്ഞു. അല്ല, അല്പം കാത്തിരിക്കുക. ഞാൻ താങ്കളുടെ അടുത്തേക്ക് ഒട്ടകങ്ങളുടെ ഒരു സംഘത്തെ അയക്കുകയാണ്. അതിന്റെ മുൻഭാഗത്തുള്ള ആദ്യ ഒട്ടകം താങ്കളുടെ സമീപത്താണെങ്കിൽ പിൻനിരയിലുള്ള ഏറ്റവും അവസാന ഒട്ടകം എന്റെ സമീപത്തായിരിക്കും. അതായത് അത്രയും വലിയ ഒരു ഒട്ടകങ്ങളുടെ കൂട്ടമായിരിക്കും അത്. ഒരു നെടുങ്കൻ ഒട്ടകനിരയായിരിക്കും. മിസർ ഗവർണറായ ഹസ്രത്ത് അമ്ര ബിൻ ആസ് അരിയുടെയും ഗോതമ്പിന്റെയും ചാക്കുകൾ നിറച്ച 1000 ഒട്ടകങ്ങളെ അയച്ചു കൊടുത്തു. നെയ്യും വസ്ത്രങ്ങളും അവയ്ക്ക് പുറമേ ആയിരുന്നു. ഇറാഖ് ഗവർണറായ ഹസ്രത്ത് സാദ് 3000 ഒട്ടകങ്ങൾ ധാന്യങ്ങൾ ചുമടേറ്റിക്കൊണ്ട് അയക്കുകയുണ്ടായി. വസ്ത്രങ്ങളും മറ്റും അതിനു പുറമേ ആയിരുന്നു. സിറിയ ഗവർണർ ഹസ്രത്ത് അമീർ മുആവിയ 2000 ഒട്ടകങ്ങൾ ധാന്യങ്ങളേറ്റി അയച്ചു. വസ്ത്രങ്ങളും മറ്റും അതിനു പുറമേ ആയിരുന്നു. ആദ്യത്തെ ധാന്യക്കുമ്പാരം എത്താറായപ്പോൾ ഹസ്രത്ത് ഉമർ ബിൻ ഖത്താബ് ഹസ്രത്ത് സുബൈർ ബിൻ അവാമിനോട് പറഞ്ഞു, താങ്കൾ ആ ഒട്ടക കൂട്ടത്തെ ഇങ്ങോട്ടേക്ക് വരുന്നത് തടഞ്ഞുകൊണ്ട് ഗ്രാമീണവാസികൾക്ക് അത് എത്തിച്ചു കൊടുക്കുക. നാട്ടിൻ പുറത്തുകാർക്ക് എത്തിക്കാൻ കൽപ്പിച്ചു. അവർക്കാണ് ആദ്യം അത് നൽകേണ്ടത്. അവരുടെ ഇടയിൽ അത് വിതരണം ചെയ്യണം. ദൈവത്താണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹബത്ത്, അതായത് സഹവാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലും വലിയ മഹത്തായ കാര്യം വേറെ നേടാനില്ല. ധാന്യ ചാക്കുകളെ കൊണ്ട് അവർക്ക് ധരിക്കാനുള്ള പുതപ്പുകൾ ഉണ്ടാക്കി കൊടുക്കുക. ഒട്ടകങ്ങളെ അവർക്കായി അറവ് നടത്തുക. അവയുടെ മാംസം അവർ കഴിക്കുകയും നെയ്യ് ആവശ്യത്തിനായി കൂടെ കൊണ്ടുപോവുകയും ചെയ്യട്ടെ. ഞങ്ങൾ മഴ വരുന്നത് വരെ കാത്തിരുന്നോളം എന്നും പറയുന്നതും കാത്ത് നിങ്ങൾ ഇരിക്കരുത്. അള്ളാഹു അവർക്ക് ക്ഷേമം തിരിച്ചു നൽകുന്നതുവരെ അവർ അതുപയോഗിച്ച് ഭക്ഷണം തയ്യാറാക്കി കഴിക്കുകയും വേണ്ടത് സംഭരിച്ചു വെക്കുകയും ചെയ്യട്ടെ. ആളുകൾ വിശാലതയോടെ വച്ച് കഴിക്കുകയും നാളേക്ക് വേണ്ടി കരുതി വെക്കുകയും ചെയ്യട്ടെ. ഹസ്രത്ത് ഉമർ ഭക്ഷണം തയ്യാറാക്കിപ്പിക്കുകയും എന്നിട്ട് നാട് നീളെ വിളംബരപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. ഭക്ഷണം കഴിക്കേണ്ടവർ വന്നു കഴിക്കാനും കൂടെ കൊണ്ടുപോകാൻ താല്പര്യമുള്ളവർ അത് ചെയ്യാനും പ്രഖ്യാപനം നടത്തുമായിരുന്നു. തനിക്കും തന്റെ വീട്ടുകാർക്കും മതിവരുവോളം വേണ്ട ഭക്ഷണം കൊണ്ടുപോകാൻ ഓരോരുത്തർക്കും അനുവാദമുണ്ടായിരുന്നു. സരീദ്, അതായത് റൊട്ടി മുറിച്ച് കറിയിലിട്ട് തയ്യാറാക്കുന്ന വിഭവം ഹസ്രത്ത് ഉമർ ജനങ്ങൾക്ക് വിളമ്പി കൊടുക്കുമായിരുന്നു. റൊട്ടികൾ ഉണ്ടാക്കുകയും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒലീവ് എണ്ണ കൊണ്ടുള്ള കറി പാകം ചെയ്യുകയും ചെയ്തിരുന്നു. ഒട്ടകങ്ങളും അരക്കപ്പെട്ടിരുന്നു. ഹസ്രത്ത് ഉമറും എല്ലാവരോടൊപ്പം ഇരുന്ന് അവരെ പോലെ തന്നെ ഭക്ഷണം കഴിച്ചിരുന്നു. അബ്ദുല്ല ബിൻ സെയ്ദ് ബിൻ അസ്ലം തന്റെ പിതാമഹനായ അസ്ലമിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, ഹസ്രത്ത് ഉമർ തുടർച്ചയായി നോമ്പെടുത്തിരുന്നു.
ആമുർ റമാദിന്റെ കാലത്ത് സന്ധ്യാനേരത്ത് ഹസരത്ത് ഉമറിന്റെ പക്കൽ ഒലീവ് എണ്ണ ചേർത്ത റൊട്ടി എത്തുമായിരുന്നു. ജനങ്ങൾ ഒരു ദിവസം ഒട്ടകത്തെ അറവ് നടത്തി എല്ലാവർക്കും വിതരണം ചെയ്തു. അവർ ഹസരത്ത് ഉമറിനായി മുന്തിയ ഭാഗം തന്നെ മാറ്റിവെച്ചു. അത് ഉമറിന് മുമ്പാകെ കൊണ്ടുവരപ്പെട്ടു. അതിൽ ഒട്ടക പൂഞ്ഞിന്റെയും കരളിന്റെയും കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. ഹസരത്ത് ഉമർ ചോദിച്ചു, ഇത് എവിടെ നിന്ന് വന്നതാണ്? അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു, അല്ലയോ അമീറുൽ മോമിനീൻ, ഇന്ന് ഞങ്ങൾ അറുത്ത ഒട്ടകങ്ങളുടേതാണ് ഈ ഭാഗങ്ങൾ. അദ്ദേഹം പറഞ്ഞു, കഷ്ടം കഷ്ടം, ഇതിലുള്ള മുന്തിയ ഭാഗം സ്വയം കഴിക്കുകയും ഒന്നിനും കൊള്ളാത്ത ഭാഗങ്ങൾ ജനങ്ങളെ കൊണ്ട് കഴിപ്പിക്കുകയും ചെയ്താൽ പിന്നെ ഞാൻ എത്ര മോശം മേൽനോട്ടക്കാരനാകും. ഈ പാത്രം ഇവിടെ നിന്ന് എടുത്തു മാറ്റുക, നമുക്കായി വേറെന്തെങ്കിലും ഭക്ഷണം കൊണ്ടുവരിക. അങ്ങനെ റൊട്ടിയും ഒലിവെണ്ണയും കൊണ്ടുവരപ്പെട്ടു. അദ്ദേഹം റൊട്ടി കഷ്ണമാക്കി അതുകൊണ്ട് സരീത് തയ്യാറാക്കി. എന്നിട്ട് അദ്ദേഹം തന്റെ ഒരു ഭൃത്യനോട് പറഞ്ഞു, അല്ലയോ യാർഫ, നിനക്ക് നന്മ വരട്ടെ, ഈ പാത്രം എടുത്ത് സമക്കില് ഇന്ന് വീട്ടുകാർക്ക് കൊണ്ടു കൊടുക്കുക. സമക്ക് എന്നത് മദീനക്കടുത്തുള്ള ഒരു ഈന്തപ്പന തോട്ടമായിരുന്നു. അതിന്റെ ഉടമസ്ഥൻ ഹസരത്ത് ഉമർ തന്നെയായിരുന്നു. അദ്ദേഹം ആ തോട്ടത്തെ വഖഫ് ചെയ്തതായിരുന്നു. എന്നിട്ട് പറഞ്ഞു, 3 നാളായി ഞാൻ അവർക്ക് ഒന്നും തന്നെ കൊടുത്തയച്ചിട്ടില്ല. അവർ വിശന്നിരിപ്പാവും, ഇത് ചെന്ന് അവർക്ക് കൊടുക്കുക. ഹസരത്ത് ഇബ്നു ഉമറിൽ നിന്ന് നിവേദനം, വരൾച്ചയുടെ കാലത്ത് ഹസരത്ത് ഉമർ പതിവില്ലാത്ത ഒരു പുതിയ പ്രവൃത്തി ചെയ്തിരുന്നു. അദ്ദേഹം ജനങ്ങൾക്ക് ഇശ നമസ്കരിപ്പിച്ച ശേഷം വീട്ടിലേക്ക് വരും. എന്നിട്ട് രാത്രിയുടെ അന്ത്യയാമം വരെ തുടർച്ചയായി നമസ്കരിച്ചു കൊണ്ടിരിക്കും. ശേഷം അദ്ദേഹം പുറത്തിറങ്ങും. എന്നിട്ട് മദീനയുടെ 4 ഭാഗത്തും കറങ്ങി നടക്കുമായിരുന്നു. ഒരു രാത്രി അത്താഴം കഴിക്കുന്ന നേരത്ത് അദ്ദേഹം ഇങ്ങനെ പറയുന്നതായി ഞാൻ കേട്ടു, അല്ലാഹുമ്മ ലാ തജ്അൽ ഹലാക ഉമ്മത്തി മുഹമ്മദിൻ അലാ യദിയ്യി. അല്ലാഹുവേ, എന്റെ കരങ്ങളാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തെ നശിപ്പിക്കരുതേ. മുഹമ്മദ് ബിൻ യഹ്യ ബിൻ ഹുബാൻ വിവരിക്കുന്നു, വരൾച്ചയുടെ കാലഘട്ടത്തിൽ ഹസ്രത്ത് ഉമറിന്റെ അടുത്ത് ഇറച്ചി കൊഴുപ്പിൽ മുങ്ങി നിലയിൽ റൊട്ടി കൊണ്ടുവരപ്പെട്ടു. അദ്ദേഹം ഒരു ഗ്രാമീണനായ അറബിയെ തന്റെ അരികിലേക്ക് വിളിപ്പിച്ചു. അയാളും അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുവാൻ തുടങ്ങി. അയാൾ വേഗം വേഗം പാത്രത്തിന്റെ അരികിൽ നിന്നും നെയ്യ് എടുത്ത് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഹസ്രത്ത് ഉമർ പറഞ്ഞു, നീ എന്താ ഇതുവരെ നെയ്യ് കഴിക്കാത്ത പോലെ ഇപ്പോൾ കഴിക്കുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, തീർച്ചയായും കുറെ നാളായി ഞാൻ നെയ്യ് കഴിച്ചിട്ടില്ല, ഒലിവ് എണ്ണയും കഴിച്ചിട്ടില്ല, അതൊക്കെ ആരെങ്കിലും കഴിക്കുന്നതും കണ്ടിട്ടില്ല. അത് കേട്ടപ്പോൾ ജനങ്ങൾ വീണ്ടും ക്ഷേമകാലത്തിലാകും വരെ താൻ മാംസം കഴിക്കുകയോ എണ്ണ കഴിക്കുകയോ ചെയ്യുന്നതല്ലെന്ന് ഉമർ അവിടെ ശപഥം ചെയ്യുകയുണ്ടായി. ഇബ്നു താഊസ് തന്റെ പിതാവിൽ നിന്നും നിവേദനം ചെയ്യുന്നു, ഹസ്രത്ത് ഉമർ മാംസമോ നെയ്യോ ജനങ്ങൾ ക്ഷേമത്തിലേക്ക് തിരിച്ചു വരുന്നതുവരെ കഴിക്കുകയുണ്ടായിരുന്നില്ല. നെയ്യൊന്നും കഴിക്കാതെ വെറും എണ്ണ കഴിക്കുന്നതിന്റെ കാരണത്താൽ അദ്ദേഹത്തിന്റെ വയറ് ദീനരോധനം നടത്തുമായിരുന്നു. വയറിൽ നിന്നും ശബ്ദം ഉണ്ടാകുമായിരുന്നു. അദ്ദേഹം വയറിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുമായിരുന്നു, അല്ലയോ വയറെ, നീ കിടന്ന് കരഞ്ഞുകൊള്ളുക, അള്ളാഹു ആണ്. ജനങ്ങൾ മുമ്പത്തെ പോലെ സുഭിക്ഷമായി കഴിക്കുകയും ക്ഷേമ സമൃദ്ധി നേടുകയും ചെയ്യുന്നതുവരെ നിനക്കൊന്നും തന്നെ കിട്ടാൻ പോകുന്നില്ല. അയാസ് ബിൻ ഖലീഫ പറയുന്നു, ഞാൻ വരൾച്ച കാലത്ത് ഉമറിനെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിറം കറുത്തതായി മാറിയിരുന്നു. മുമ്പ് നല്ല വെളുത്ത നിറമായിരുന്നു അദ്ദേഹത്തിന്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങൾ ചോദിക്കുമായിരുന്നു. നിവേദകൻ പറയുന്നു, ഹസ്രത്ത് ഉമർ ഒരു അറബിയാണ്. പാലും നെയ്യും നല്ലവണ്ണം കഴിക്കാറുമുണ്ട്. ജനങ്ങൾക്ക് ക്ഷാമകാലം വന്നപ്പോൾ ഹസ്രത്ത് ഉമർ ഇതൊക്കെ സ്വയം ഉപേക്ഷിച്ചു. ജനങ്ങളുടെ സമ്പൽ സമൃദ്ധി തിരിച്ചു വരും വരെ അത് തുടരുകയും ചെയ്യുന്നു. ഹസ്രത്ത് ഉമർ എണ്ണയും കൂട്ടി ഭക്ഷണം കഴിക്കുന്നത് ശീലിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ നിറം മാറിപ്പോയി. പിന്നെ അദ്ദേഹം പട്ടിണി കിടന്നപ്പോൾ വീണ്ടും നിറം ഇരുണ്ടു വന്നു. ഉസാമ ബിൻ സെയ്ദ് ബിൻ അസ്ലം തന്റെ പിതാമഹനിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, ഞങ്ങൾ എല്ലാവരും ഇപ്രകാരം പറയാറുണ്ടായിരുന്നു, അള്ളാഹു ഈ വരൾച്ച ഇല്ലാതാക്കിയില്ലെങ്കിൽ ജനങ്ങളെക്കുറിച്ചുള്ള ആദിയിൽ ഹസ്രത്ത് ഉമർ മരണപ്പെട്ടു പോകുന്നതാണ്. സെയ്ദ് ബിൻ അസ്ലം തന്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, വരൾച്ച രൂക്ഷമായപ്പോൾ അറബികൾ എല്ലാവരും മദീനയിലേക്ക് വന്നു. അവർക്ക് വേണ്ട താമസ സൗകര്യവും ഭക്ഷണത്തിനുള്ള സംവിധാനവും ഒരുക്കാൻ ഹസ്രത്ത് ഉമർ കൽപ്പന പുറപ്പെടുവിച്ചു. മദീനയുടെ 4 ഭാഗത്തും ഹസ്രത്ത് ഉമർ വ്യത്യസ്ത സഹാബാക്കളെ ഡ്യൂട്ടി ഏൽപ്പിക്കുകയും സന്ധ്യക്ക് അവർ ഒത്തുകൂടി ഓരോരോ നിമിഷത്തെയും വാർത്തകൾ അറിയിക്കുകയും ചെയ്തിരുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള ചെറുതും വലുതുമായ ഓരോരോ വാർത്തകളും അവർ സന്ധ്യക്ക് തന്നെ അദ്ദേഹത്തിന് കേൾപ്പിക്കുമായിരുന്നു. മദീനയിലെ പല സ്ഥലങ്ങളിലും കാട്ടറബികൾ വന്ന് താമസം ഉറപ്പിച്ചിരുന്നു. ക്ഷാമം കാരണം ഒരു രാത്രി എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഹസ്രത്ത് ഉമർ തന്നോടൊപ്പം രാത്രി ഭക്ഷണം കഴിച്ചവരുടെ എണ്ണം എടുക്കാൻ ആജ്ഞാപിച്ചു. അങ്ങനെ എണ്ണം എടുത്തപ്പോൾ അവർ ഏതാണ്ട് 7000 പേരുണ്ട്. അദ്ദേഹം തുടർന്ന് പറഞ്ഞു, ഇവിടെ എത്തിച്ചേരാത്ത രോഗികളെയും കുട്ടികളെയും അടക്കം എല്ലാവരെയും എണ്ണിത്തിട്ടപ്പെടുത്തുക. നോക്കുമ്പോൾ അവർ 40,000 പേരുണ്ടായിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം ഈ എണ്ണത്തിൽ വർധനവ് വരുന്നതായി കണ്ടു. ഹസ്രത്ത് ഉമറിനൊപ്പം ഭക്ഷണം കഴിച്ചവരുടെ എണ്ണം 10,000-ഉം അവിടെ വരാത്തവരുടെ എണ്ണം 50,000-ഉമായി. അത് അങ്ങനെ തുടർന്നുപോയി. അവസാനം അള്ളാഹു മഴ പെയ്യിപ്പിച്ചു. മഴയുണ്ടായപ്പോൾ ഞാൻ ഹസ്രത്ത് ഉമർ ഇപ്രകാരം തന്റെ ഗവർണർമാരോട് കൽപ്പിക്കുന്നതായി കണ്ടു, അതായത് എല്ലാവരും സ്വദേശത്തിലേക്ക് മടങ്ങാനുള്ള സംവിധാനം ഒരുക്കുക, അവർക്കും ധാന്യങ്ങളും സവാരി മൃഗങ്ങളും നൽകുക. നിവേദകൻ പറയുന്നു, ഹസ്രത്ത് ഉമർ ഓരോ സംഘത്തെയും യാത്രയക്കാനായി സ്വയം എഴുന്നള്ളുമായിരുന്നു.
നാലുപാടുമുള്ള ആളുകൾ പട്ടിണിയും പരിവട്ടവുമായി മദീനയിലേക്ക് കുടിയേറിയതായിരുന്നു. അവിടെ അവർക്ക് ഭക്ഷണം ലഭിക്കുമായിരുന്നു. അവസ്ഥ ശരിയായപ്പോൾ, മഴയൊക്കെ കിട്ടിയപ്പോൾ പിന്നെ കൃഷിയും മറ്റും ചെയ്യാൻ പറ്റുന്ന അവസ്ഥ വന്നു. അതിനാൽ അദ്ദേഹം അവരോട് മടങ്ങിപ്പോയി അധ്വാനിക്കാനും കൃഷിപ്പാടങ്ങൾ വീണ്ടും വിളവ് കൊണ്ട് നിറക്കാനും പറഞ്ഞു. തിബിരിയുടെ ചരിത്രഗ്രന്ഥത്തിൽ ഈ വരൾച്ച അവസാനിച്ചത് സംബന്ധിച്ച് ഇപ്രകാരം വന്നിട്ടുണ്ട്: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാനായി ഉണർത്തിയതായി ഒരാൾ സ്വപ്നത്തിൽ കണ്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ഹസരത്ത് ഉമർ എല്ലാവരോടും ഇസ്തിസ്കാ നമസ്കാരത്തിനായി ആഹ്വാനം ചെയ്തു. ഹസരത്ത് ഉമർ പറഞ്ഞു, ദുരിതങ്ങൾ അതിന്റെ പാരമ്യതയിൽ എത്തിയിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനി അതിന് അറുതി വരുന്നതായിരിക്കും. എതിർ ജനതയ്ക്കാണോ ദുആ ചെയ്യാനുള്ള തൗഫീക്ക് ലഭിക്കുന്നത്, അവരുടെ പ്രയാസങ്ങൾ അകന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം ഇതര നഗരങ്ങളിലെ ഗവർണർമാർക്കും ഇപ്രകാരം കത്തയച്ചു: നിങ്ങൾ മദീനയിലും പ്രാന്തപ്രദേശങ്ങളിലുമുള്ള ദേവദാസന്മാർക്കായി ഇസ്തിസ്ക നമസ്കാരം നിർവഹിക്കുക. എന്തെന്നാൽ ദുരിതങ്ങൾ പാരമ്യത കണ്ടിരിക്കുന്നു. ഹദരത്ത് ഉമർ മുസ്ലിങ്ങളെ ഇസ്തിസ്ക നമസ്കാരത്തിനായി മൈതാനത്ത് ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് ഹദരത്ത് അബ്ബാസിനെയും കൂട്ടി അവിടെ വന്നു. ചുരുങ്ങിയ നിലയിൽ ഒരു ഖുത്ബ നടത്തി ശേഷം നമസ്കരിപ്പിച്ചു. അത് കഴിഞ്ഞ് ഇരുകാലും മടക്കി ഇരുന്നു കൊണ്ട് ദുആ ചെയ്യാൻ തുടങ്ങി. അല്ലാഹുമ്മ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വർസി അന്നാ. അല്ലാഹുവേ, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായവും അർത്ഥിക്കുന്നു. അല്ലാഹുവേ, ഞങ്ങൾക്ക് പുറത്തു തരയണമേ, ഞങ്ങളിൽ കരുണ ചൊരിയണമേ, ഞങ്ങളിൽ തൃപ്തിപ്പെടണമേ. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി. വീട്ടിലെത്തും മുമ്പ് തന്നെ മൈതാനത്ത് മഴ കാരണം കുളം പോലെ വെള്ളം തളം കെട്ടുകയുണ്ടായി. ഒരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, ഹസ്രത്ത് ഉമർ ഇപ്രകാരം ദുആ ചെയ്തു: അല്ലാഹുവേ, നിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വരൾച്ച ഉണ്ടാകുമ്പോൾ നിന്റെ പ്രവാചകന് വേണ്ടി ഞങ്ങൾ മഴയ്ക്കായി ദുആ ചെയ്യുമായിരുന്നു. അപ്പോൾ നീ മഴ വർഷിപ്പിക്കുമായിരുന്നു. ഇന്ന് ഞങ്ങൾ നിന്റെ നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃവിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. നീ ഈ വരൾച്ചക്ക് അറുതി വരുത്തണമേ, ഞങ്ങൾക്ക് മേൽ മഴ വർഷിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങൾ ഇരുന്നിടത്ത് നിന്നും മാറുന്നതിന് മുമ്പ് തന്നെ മഴ പെയ്യാൻ തുടങ്ങി. അബ്ദുല്ലാ ബിൻ ഇബ്രാഹിമിൽ നിന്നും മസ്ജിദ് നബവിയിൽ പരവതാനി വിരിക്കാൻ തുടങ്ങിയത് സംബന്ധിച്ച ഒരു നിവേദനം ഉണ്ട്. മുമ്പ് ആളുകൾ വെറും നിലത്തായിരുന്നു നമസ്കരിച്ചിരുന്നത്. മണ്ണ് മാത്രമുള്ള തറയിലും അവർ നമസ്കരിച്ചിരുന്നു. നെറ്റിത്തടങ്ങളിൽ അവരുടെ മണ്ണ് പൊരുളുമായിരുന്നു. അതിനുശേഷം പരവതാനിയുടെ ഉപയോഗം തുടങ്ങി. അത് സംബന്ധിച്ച് അബ്ദുല്ലാ ബിൻ ഇബ്രാഹിമിൽ നിന്ന് ഒരു നിവേദനം ഉണ്ട്. മസ്ജിദ് നബവിയിൽ ഏറ്റവും ആദ്യം പരവതാനി വിരിച്ച വ്യക്തി ഹസ്രത്ത് ഉമർ ബിൻ ഖത്താബ് ആയിരുന്നു. ആദ്യം ആളുകൾ സുജൂദിൽ നിന്നും തലയുയർത്തുമ്പോൾ കൈ കുടയുമായിരുന്നു. അത് കാരണത്താൽ ഹസ്രത്ത് ഉമർ പരവതാനി വിരിക്കാനുള്ള കൽപ്പന പുറപ്പെടുവിച്ചു. അഖീഖിൽ നിന്നും വരുത്തിയിട്ടായിരുന്നു ആദ്യമായി മസ്ജിദ് നബവിയിൽ പരവതാനി വിരിച്ചത്. മദീനയുടെ തെക്ക് പടിഞ്ഞാറിൽ നിന്നും തുടങ്ങി വടക്ക് പടിഞ്ഞാറ് വരെ ഏതാണ്ട് 150 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ താഴ്വരയാണ് അഖീഖ്. ഹസ്രത്ത് ഉമറിന്റെ കാലത്ത് തന്നെ ഹിജ്റ 70 മസ്ജിദ് നബവിയുടെ വിപുലീകരണം നടന്നു. ഹസ്രത്ത് അബ്ദുല്ലാ ബിൻ ഉമറിൽ നിന്ന് നിവേദനം: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആ മസ്ജിദ് പച്ച ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. അതിന്റെ മേൽക്കൂര ഈന്തപ്പനയോലകളാലും കൊമ്പുകളാലും തയ്യാറാക്കിയതായിരുന്നു. അതിന്റെ തൂണുകൾ ഈന്തപ്പനയുടെ തടിയുടേതായിരുന്നു. ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് അതേപടി നിലനിർത്തി. അതിന് യാതൊരു മാറ്റവുമോ വിപുലീകരണമോ നടത്തിയില്ല. ഹദരത്ത് ഉമർ അതിനെ നവീകരിക്കുകയും വിപുലീകരിക്കുകയും ചെയ്തു. എന്നാൽ അതിന്റെ രൂപത്തിനും നിർമ്മാണ ശൈലിക്കും ഒരു മാറ്റവും വരുത്തിയില്ല. അദ്ദേഹം അതേ നിർമ്മാണ രീതി നിലനിർത്തിയാണ് പണി കഴിപ്പിച്ചത്. അതിന്റെ മേൽക്കൂര മുമ്പുള്ള പോലെ ഈന്തപ്പനയോലയുടേത് തന്നെ ആയിരുന്നെങ്കിലും അത് നവീകരിച്ചു. അദ്ദേഹം മരത്തടി കൊണ്ടുള്ള തൂണുകൾ ഇട്ടു എന്ന് മാത്രം. ഹസ്രത്ത് ഉമർ ഹിജ്റ 70 തന്റെ മേൽനോട്ടത്തിൽ മസ്ജിദിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. ആ വിപുലീകരണത്തിന് ശേഷം മസ്ജിദിന്റെ വിസ്തൃതി 100x100 മുഴത്തിൽ നിന്നും വർദ്ധിച്ച് 140x120 മുഴമായി. അതായത് 50x50 മീറ്ററിൽ നിന്നും 70x60 മീറ്ററായി വർദ്ധിച്ചു. ഈ നിവേദനത്തിൽ നിന്നും വ്യക്തമാകുന്നത് ഹസ്രത്ത് അബൂബക്കറിന്റെ കാലത്തും മസ്ജിദ് നബവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തുണ്ടായ അതേ സ്ഥലത്ത് തന്നെ നിലകൊണ്ടു എന്നും, എന്നാൽ ഹസ്രത്ത് ഉമർ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ അതിന് വലിയ വൈപുല്യം സംഭവിച്ചുമെന്നുമാണ്. അബൂ സയ്യിദ് ഖുദരി നിവേദനം ചെയ്യുന്നു: ഹസ്രത്ത് ഉമർ ഇപ്രകാരം കൽപ്പിച്ചു: മസ്ജിദ് നബവിയുടെ നവീകരണ പ്രവർത്തനം നടത്തുക, മഴച്ചോർച്ച കാരണമുള്ള നമസ്കാരത്തിന് വരുന്നവരുടെ ബുദ്ധിമുട്ടില്ലാതാക്കുക. എന്നാൽ ചുവപ്പും വെള്ളയും കൊണ്ടുള്ള മോടി കൂട്ടൽ, അതായത് അലങ്കാര സമയങ്ങൾ ഒഴിവാക്കുക. എന്തെന്നാൽ ഇത്തരം അലങ്കാര പണികളാൽ മനുഷ്യൻ പിന്നെ പ്രയാസത്തിൽ അകപ്പെടുന്നു. ഹസ്രത്ത് ഉമർ വളരെ മിതവ്യയത്തോടെ കാര്യങ്ങൾ നടത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹനീയ കാലഘട്ടത്തിൽ ഉണ്ടായ അതേ സ്ട്രക്ചറിൽ തന്നെ അദ്ദേഹം അതിനെ പടുത്തുയർത്തി. മസ്ജിദിനെ വിപുലീകരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അതിന്റെ വടക്ക് തെക്കും പടിഞ്ഞാറുമുള്ള അതോട് ചേർന്നുള്ള മുറികൾ മസ്ജിദിന് വേണ്ടി എടുക്കേണ്ടതായി വന്നു. ചിലർ വളരെ സന്തോഷത്തോടെ മസ്ജിദിനായി തങ്ങളുടെ ഭൂമി ഇഷ്ടദാനം ചെയ്തു.
ചിലരോട് ഹസ്രത്ത് ഉമറിന് ചർച്ച ചെയ്യേണ്ടതായും കച്ചവടം നടത്തേണ്ടതായും, അതായത് പണം പകരം നൽകേണ്ടതായും വന്നു. അങ്ങനെ കുറച്ചു ഭൂമി അദ്ദേഹത്തിന് വില കൊടുത്ത് വാങ്ങേണ്ടി വന്നു. ഹസ്രത്ത് ഉമറിന്റെ കാലത്ത് കാനേഷുമാരിയും പ്രാബല്യത്തിൽ വന്നു. സെൻസസ് നടന്നു, അല്ലെങ്കിൽ അദ്ദേഹം അത് നടത്തിച്ചു. ഭക്ഷ്യവസ്തുക്കൾക്കായി റേഷനിങ് സിസ്റ്റവും അദ്ദേഹം നിശ്ചയിച്ചു. ഇത് സംബന്ധിച്ച് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു എഴുതിയിട്ടുണ്ട്. ഇസ്ലാമിക ഭരണകൂടത്തിൽ സംവിധാനവും വ്യവസ്ഥിതിയും എങ്ങനെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്, അതിൽ എന്തെല്ലാം പരിവർത്തനങ്ങൾ വന്നു, നിയമവ്യവസ്ഥയിൽ എന്തെല്ലാം പുതിയ കാര്യങ്ങൾ ചേർത്തു, ഇതേക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, എഴുതുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്ന ശേഷം ആദ്യം ചെയ്ത കാര്യം സ്വത്തുള്ളവരുമായി സ്വത്തില്ലാത്തവരെ സഹോദര്യ ബന്ധത്തിൽ ഏർപ്പെടുത്തുക എന്നതായിരുന്നു. അവിടെ അൻസാറുകൾക്ക് സ്വത്തുവകകൾ ഉണ്ടായിരുന്നു. മുഹാജിരീങ്ങൾ നിർധനരായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് മുഹാജിരീങ്ങളെയും അൻസാറുകളെയും പരസ്പരം സഹോദരന്മാരാക്കി. സ്വത്തുള്ള ഒരാളെ സ്വത്തില്ലാത്ത ഒരാളുമായി ബന്ധത്തിലാക്കി. ചിലർ അതിൽ എത്ര കണ്ട് അമിതത്വം കാണിച്ചെന്നാൽ, ഭാര്യമാർ രണ്ടുള്ളവർ തൻ്റെ ഒരു ഭാര്യയെ സഹോദര ബന്ധത്തിൽ വന്നയാൾക്കായി തലാക്ക് ചെയ്യാനും തയ്യാറായി. അവരെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാമെന്നവർ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയ ഉടൻ ആദ്യം ചെയ്തത് സമത്വത്തിന്റെ ഉദാഹരണമായിരുന്നു. മദീനയിൽ വെച്ചായിരുന്നു യഥാർത്ഥത്തിൽ ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിതമായത് തന്നെ. ആ സമയത്ത് ഒരുപാട് സമ്പത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭക്ഷണത്തിലുള്ള വക കണ്ടെത്തുകയും ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ധനികരെയും ദരിദ്രരെയും ഇങ്ങനെ ഒരുമിപ്പിക്കുകയും എല്ലാവർക്കും ഭക്ഷണത്തിലുള്ള വക കണ്ടെത്തുകയും ചെയ്യണമായിരുന്നു. അതുപോലെ ഒരു യുദ്ധാവസരത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സമത്വ ഭാവനയ്ക്ക് ചെയ്ത ഈ പ്രവർത്തനം കാരണം ഒരു സമൂല പരിവർത്തനം തന്നെ അവിടെ നടന്നു. ആ യുദ്ധവേളയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരു കാര്യം അറിയാനിടയായി. ചിലരുടെ കയ്യിൽ തിന്നാനായി ഒന്നും തന്നെയില്ല, അല്ലെങ്കിൽ വളരെ കുറച്ചു മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതേസമയം ചിലരുടെ പക്കലാകട്ടെ ഒരുപാട് ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടുതാനും. അങ്ങനെ ഒരു സ്ഥിതി കണ്ടപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരുടെയൊക്കെ കൈവശം എന്തൊക്കെയുണ്ടോ എല്ലാം കൊണ്ടുവന്ന് ഒരിടത്ത് സ്വരുക്കൂട്ടണം. അങ്ങനെ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നു. ശേഷം തിരുനബി എല്ലാവർക്കും റേഷൻ നിശ്ചയിച്ചു. അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം കിട്ടുകയെന്ന ഒരു നിലപാടാണ് ഇവിടെയും കൈക്കൊണ്ടത്. പറ്റുന്നിടത്തോളം ജനങ്ങൾ വെവ്വേറെ തന്നെ സ്വന്തം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അത് സാധ്യമല്ലാത്ത അവസ്ഥ വരികയും ചിലർ വിശന്നു മരിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി നിങ്ങൾക്ക് സ്വന്തം ഭക്ഷണം കഴിക്കാനുള്ള അനുവാദമില്ല. ഇനി എല്ലാവരും ഒരിടത്തു നിന്നും തുല്യമായി ഭക്ഷണം കഴിക്കേണ്ടതാണ്. ഇത് അവസരോചിതമായി കൈക്കൊണ്ട തീരുമാനമായിരുന്നു. സോഷ്യലിസം, കമ്മ്യൂണിസം പോലുള്ള വീക്ഷണം നടപ്പിൽ വരുത്തിയതായിരുന്നില്ല. എന്തായാലും സ്വഹാബാക്കൾ പറയുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ കൽപ്പനയെ ഞങ്ങൾ വളരെ കർശനമായി പാലിച്ചിരുന്നു. ഏതുവരെ എന്നാൽ ഞങ്ങളുടെ പക്കലുണ്ടായിരുന്ന ഒരു ഈത്തപ്പഴം പോലും ഞങ്ങൾ സ്വയം ഭക്ഷിക്കുന്നത് വിശ്വാസവഞ്ചനയായി കണക്കാക്കിയിരുന്നു. അത് സ്റ്റോറിൽ കൊണ്ടു കൊടുക്കുന്നത് വരെ ഞങ്ങൾക്ക് സമാധാനം കിട്ടുമായിരുന്നില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച രണ്ടാമത്തെ മാതൃകയായിരുന്നു അത്. സ്ഥിതി മോശമായി തുടരുന്നത് വരേക്കും ഇത് തന്നെ തുടർന്നു. ഈ ഒരു മാതൃകയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ധനവും ഒരു കൂട്ടി വന്നു. ഖജനാവുകളുടെ വായും അള്ളാഹു ഇസ്ലാമിന് വേണ്ടി തുറന്നു കൊടുത്തു. എന്നാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഇത് സംബന്ധിച്ച വിശദമായ വ്യവസ്ഥിതി തുടർന്നു കൊണ്ടുപോകാൻ അള്ളാഹു ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ആ സവിശേഷത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാത്രം പരിമിതപ്പെടുത്തുകയുണ്ടായില്ല. അത് തെളിയിക്കാൻ വേണ്ടി അങ്ങനെ ഒരു കാര്യം ചെയ്യണമായിരുന്നു. മറ്റാർക്കും അത് തുടർന്നു പോകാനാകില്ല എന്ന ധാരണ ഇല്ലാതാക്കേണ്ടതും അനിവാര്യമായിരുന്നു. സമ്പത്ത് വന്നപ്പോൾ മുൻ സമ്പ്രദായം വീണ്ടും തുടങ്ങി. എന്നാൽ പിൽക്കാലത്തും ആ വ്യവസ്ഥിതി തുടരാൻ അള്ളാഹു ആഗ്രഹിച്ചു. അതെങ്ങനെയാണ് നടന്നത് എന്ന് അദ്ദേഹം ഇപ്രകാരം എഴുതുന്നു. ഒരു വശത്ത് അള്ളാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളാൽ ഒരു മാതൃക കാണിച്ചു. തൽഫലമായി മദീനയിൽ എത്തിയതും മുഹാജിരീങ്ങൾക്ക് വേണ്ടി അൻസാറുകൾ തങ്ങളുടെ സ്വത്തുക്കൾ സമർപ്പിച്ചു. മുഹാജിരീങ്ങൾ പറഞ്ഞു, ഈ ഭൂമികൾ സൗജന്യമായി വാങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല. ഇവ ഞങ്ങൾ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ഓഹരി കൃത്യമായി നിങ്ങൾക്കും തരാം. അത് മുഹാജിരീങ്ങൾ തങ്ങളുടെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചതായിരുന്നു. അല്ലാതെ അൻസാരികൾ തങ്ങളുടെ സ്വത്തുവകകൾ അവരുമായി പങ്കിടുന്നതിൽ യാതൊരു സങ്കോചവും കാണിച്ചിരുന്നില്ല. ഗവൺമെന്റ് റേഷൻ കൊടുത്താൽ വാങ്ങാത്ത പോലെ ഉള്ള ഒരു സ്ഥിതിയാണത്. അതുകൊണ്ട് ഗവൺമെന്റിന് മേലെ ഒരു ആക്ഷേപവും ഉണ്ടാകുകയില്ല. ഗവൺമെന്റ് റേഷൻ നിശ്ചയിച്ചുവെങ്കിലും ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ ചെയ്തു എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ അൻസാർ എല്ലാം അവർക്ക് നൽകി. എന്നാൽ മുഹാജിറുകൾ അവയൊന്നും സ്വീകരിച്ചില്ലെന്നത് വേറെ കാര്യം. ചുരുക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിത കാലയളവിൽ തന്നെ ഇതിന്റെ പ്രാവർത്തിക രൂപത്തിന് തുടക്കം കുറിക്കുകയുണ്ടായി. ഏതുവരെ എന്നാൽ ബഹ്റൈനിൽ രാജാവ് മുസ്ലിം ആയപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ രാജ്യത്തിന് സ്വന്തമായ കൃഷിഭൂമിയില്ലാത്തവർക്ക് 4 ദിർഹവും വസ്ത്രവും സ്റ്റൈപ്പൻഡ് നിശ്ചയിക്കുക. അവർ പട്ടിണി കിടക്കുകയോ നഗ്നനായി നടക്കുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണത്. അതിനുശേഷം മുസ്ലിങ്ങൾക്ക് ധനം വന്നു തുടങ്ങി.
മുസ്ലിങ്ങൾ കുറവും ധനം കൂടുതലുമായതിനാൽ ആ സമയത്ത് പുതിയ ഏതെങ്കിലും നിയമം പ്രാബല്യത്തിൽ വരുത്തേണ്ട ആവശ്യം അനുഭവപ്പെട്ടില്ല. എന്തെന്നാൽ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടുന്നുണ്ടായിരുന്നു. അപകടാവസ്ഥ ഉള്ളപ്പോൾ നിയമം നടപ്പിൽ വരുത്തുക എന്നതാണ് തത്വം. അങ്ങനെ ഒരു അപകടാവസ്ഥ ഇല്ലാത്തപ്പോൾ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതും വരാതിരിക്കുന്നതും ഭരണകൂടത്തിന്റെ താല്പര്യാർത്ഥമാണ്. അവർക്ക് അതിനുള്ള അനുവാദമുണ്ട്. ഞാൻ പറഞ്ഞു വന്നിരുന്ന കാര്യത്തിലേക്ക് വീണ്ടും വരാം. ഇടയിൽ മറ്റു കാര്യങ്ങൾ വിശദീകരിച്ചെന്ന് മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷവും സമത്വപൂർണമായ വ്യവസ്ഥിതി നിലനിന്നു. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ മുസ്ലിങ്ങൾ ലോകത്തിന്റെ പല കോണുകളിലേക്കും പടർന്നു പിടിച്ചിരുന്നു. ഇതര ജനതകളും അപ്പോൾ ഇസ്ലാമിലേക്ക് രംഗപ്രവേശം നടത്തി. അറബികൾ ഒരു സംഘവും സമുദായവും എന്ന നിലയിൽ ഒറ്റക്കെട്ടായിരുന്നു. പരസ്പരം സമത്വവും അവർ പാലിച്ചിരുന്നു. എന്നാൽ ഇസ്ലാം നാനാ കോണുകളിലേക്കും വ്യാപിക്കുകയും വിവിധ ജനതകൾ ഇസ്ലാമിൽ പ്രവേശിക്കുകയും ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ഭക്ഷണത്തിനുള്ള സംവിധാനം ഒരുക്കുന്നത് വളരെ ദുഷ്കരമായി തീർന്നു. അവസാനം ഉമർ റളിയല്ലാഹു അൻഹു എല്ലാവരുടെയും കാനേശുമാരി നടത്തി, സെൻസസ് നടത്തി, റേഷനിങ് വ്യവസ്ഥയും സ്ഥാപിച്ചു. അത് ബനു ഉമയ്യയുടെ കാലം വരെ നിലനിന്നു. ഏറ്റവും ആദ്യം ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു ആണ് കാനേശുമാരി നടത്തിയതെന്ന് യൂറോപ്യൻ ചരിത്രകാരന്മാരും അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ അവർ സമ്മതിക്കുന്ന മറ്റൊരു കാര്യം, ആദ്യമായി നടത്തിയ ആ കാനേശുമാരി പ്രജകളിൽ നിന്നും സ്വത്ത് തട്ടിയെടുക്കുന്നതിനായിരുന്നില്ല, മറിച്ച് അവരുടെ ഭക്ഷണകാര്യത്തിനുള്ള ഏർപ്പാട് ചെയ്യാനായിരുന്നു. ഭരണകൂടങ്ങൾ സെൻസസ് നടത്തുന്നത് ജനങ്ങളെ ബലിയാടാക്കാനാണ്, അവരെ കൊണ്ട് പട്ടാള സേവനം നടത്തിക്കാനാണ്. എന്നാൽ ഹസ്രത്ത് ഉമർ അതിനായിട്ടായിരുന്നില്ല സെൻസസ് നടത്തിയിരുന്നത്. അത് ജനങ്ങളെ ബലിയാടുകളാക്കാനായിരുന്നില്ല, മറിച്ച് അവരുടെ വയറ്റിൽ ഭക്ഷണം എത്തിക്കാനായിരുന്നു. എത്ര പേരാണ്, എത്ര ഭക്ഷണ സാധനങ്ങളാണ് ആവശ്യമുള്ളത് എന്ന് കണക്കാക്കാനായിരുന്നു. അങ്ങനെ സെൻസസിനു ശേഷം എല്ലാവർക്കും ഒരേ വ്യവസ്ഥിതിയുടെ കീഴിൽ റേഷൻ ലഭിച്ചുകൊണ്ടിരുന്നു. മറ്റാവശ്യങ്ങൾ നിറവേറ്റാനായി അവർക്ക് മാസാമാസം ഒരു നിശ്ചിത സംഖ്യയും നൽകിക്കൊണ്ടിരുന്നു. അക്കാര്യത്തിൽ ഹസ്രത്ത് ഉമർ വളരെ സൂക്ഷ്മതയും പുലർത്തിയിരുന്നു. എത്രത്തോളം എന്നാൽ ഹസ്രത്ത് ഉമറിന്റെ കാലത്ത് സിറിയ വിജയം ലഭിച്ചപ്പോൾ അവിടെ നിന്നും ഒരുപാട് ഒലീവ് എണ്ണ വരികയുണ്ടായി. എല്ലാവർക്കും അത് ലഭിച്ചു തുടങ്ങി. ഒരിക്കൽ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, ഒലീവ് സ്ഥിരം ഉപയോഗിക്കുമ്പോൾ എൻ്റെ വയർ വീർക്കുന്നു. നിങ്ങൾ എനിക്ക് അനുമതി തരികയാണെങ്കിൽ അതേ മൂല്യം വരുന്ന നെയ്യ് ഞാൻ ബൈത്തുൽ മാലിൽ നിന്നും എടുത്തുകൊള്ളട്ടെ. എത്ര വിലയുടെ ഒലീവാണോ ലഭിക്കുന്നത് അത്ര തന്നെ വിലയ്ക്കുള്ള നെയ്യ് എടുത്തോളട്ടെ. കാരണം ഒലീവ് എൻ്റെ ആരോഗ്യത്തിന് ചേർന്നതല്ല. ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇസ്ലാമിൽ വ്യാപകമായ നിലയിൽ നടത്തിയ ആദ്യത്തെ സംരംഭമായിരുന്നു അത്. അത്തരമൊരു വ്യവസ്ഥിതി വന്നാൽ പിന്നെ അതിനുശേഷം വേറെ ഒരു വ്യവസ്ഥിതിയുടെ ഒരാവശ്യവും നേരിടില്ല എന്നത് സുവ്യക്തമാണ്. കാരണം അങ്ങനെ രാജ്യമെമ്പാടുമുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു. അത് ഭരണകൂട ബാധ്യതയായി മാറുന്നു. ജനങ്ങളുടെ അന്നപാനങ്ങളുടെയും വസ്ത്രങ്ങളുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും രോഗചികിത്സയുടെയും താമസിക്കാനുള്ള ഭവന നിർമ്മാണങ്ങളുടെയും എല്ലാം ഉത്തരവാദിത്തം ഇസ്ലാമിക ഭരണകൂടത്തിനായി മാറി. ഇങ്ങനെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റപ്പെട്ടാൽ പിന്നെ ഒരു ഭീമ പോലുള്ള ഇൻഷുറൻസിൻ്റെയും ആവശ്യമുണ്ടാകുകയില്ല. ജനങ്ങൾ ഭീമ ചെയ്യുന്നത് തങ്ങളുടെ കാലശേഷം മക്കൾക്ക് വേണ്ടി സമ്പാദ്യം ഉപേക്ഷിക്കാൻ, അല്ലെങ്കിൽ വാർദ്ധക്യകാലത്ത് ജോലിയൊന്നും ചെയ്യാനാകാതെ വരുമ്പോൾ ചെലവ് നടന്നു പോകാനും വേണ്ടിയല്ലേ. ഭരണകൂടങ്ങൾ തന്നെ ഈ ഉത്തരവാദിത്തം നേരിട്ട് ഏറ്റെടുത്താൽ പിന്നെ ഒരു ഭീമയുടെയും ആവശ്യമില്ല. ഹദ്രത്ത് മുസ്ലിം മൗദ് എഴുതുന്നു, പിന്നീട് ഇസ്ലാമിൽ വന്നു ചേർന്നവർ പറഞ്ഞു, ഈ രാജാവ് സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. ഇഷ്ടമുണ്ടെങ്കിൽ വല്ലതും തരും, അല്ലെങ്കിൽ ഒന്നും തരില്ല. അവരിൽ ഇസ്ലാമിക അധ്യാപനങ്ങൾ രൂഢമൂലമായിരുന്നില്ല. അതുപോലെ സീസറിനെയും ഖുസ്രോവിനെയും ആയിരുന്നു അവർ നോക്കിയിരുന്നത്. അവരുടെ നയങ്ങളിലായിരുന്നു അവർ താല്പര്യം കാണിച്ചിരുന്നത്. അതുകൊണ്ടായിരുന്നു അങ്ങനെ അവർ സംസാരിച്ചിരുന്നത്. മറ്റ് രാജാക്കന്മാരെ പോലെയുള്ള നയങ്ങൾ പിന്നീട് പൊതു നിലയിലുള്ള പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള റേഷനിങ് സംവിധാനവും ഒക്കെ പ്രാബല്യത്തിൽ വരികയുണ്ടായി. ഇസ്ലാമിക ഭരണകൂടം എല്ലാ വ്യക്തികൾക്കും ഭക്ഷണവും വസ്ത്രവും നൽകാനുള്ള സംവിധാനം ചെയ്യുന്നതിനെ കുറിച്ച് ഹദ്രത്ത് മുസ്ലിം മൗദ് ഇപ്രകാരം വിശദീകരിക്കുന്നു. ഇസ്ലാമിക ഭരണകൂടത്തിന് സ്വത്തുക്കൾക്കും മേൽ ഉടമസ്ഥാവകാശം ലഭിച്ചപ്പോൾ എല്ലാ വ്യക്തികൾക്കും ഭക്ഷണവും വസ്ത്രവും ലഭിക്കാനുള്ള സംവിധാനം ഒരുക്കി. ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഭരണവ്യവസ്ഥിതി പൂർണ്ണത കൈവരിച്ചപ്പോൾ ഇസ്ലാമിക അധ്യാപനങ്ങൾ അനുസരിച്ച് ഓരോ വ്യക്തിക്കും ഭക്ഷണവും വസ്ത്രവും ഉറപ്പുവരുത്താൻ ഉള്ള ചുമതല ഭരണകൂടത്തിൻ്റെതായിരുന്നു. ആ ഭരണകൂടം ഈ ഒരു ചുമതലയെ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ നിറവേറ്റുകയും ചെയ്തു. ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഈ ഉദ്ദേശത്തിനായി കാനേശുമാരി എടുക്കുന്ന സമ്പ്രദായത്തിന് നാന്ദി കുറിച്ചു. രജിസ്റ്ററുകൾ ഉണ്ടാക്കി അതിൽ എല്ലാവരുടെയും പേരുവിവരങ്ങൾ ചേർക്കുമായിരുന്നു. യൂറോപ്യൻ ചരിത്രകാരന്മാരും ഞാൻ മുമ്പ് വിവരിച്ചതുപോലെ ആദ്യമായി കാനേശുമാരി നടത്തിയത് ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു ആണെന്നും അദ്ദേഹമാണ് രജിസ്റ്ററുകൾക്ക് തുടക്കം കുറിച്ചതെന്നും സമ്മതിക്കുന്നുണ്ട്. ഈ ഒരു കാനേശുമാരി നടത്തിയതിൻ്റെ കാരണം എല്ലാ വ്യക്തികൾക്കും ഭക്ഷണവും വസ്ത്രവും എത്തിക്കുക അത് ഭരണകൂട ചുമതല ആയിരുന്നു എന്നതിനാലാണ്. അതുപോലെ എത്ര പേർ ഈ രാജ്യത്ത് ഉണ്ട് എന്ന് കണക്ക് കിട്ടുന്നതിന് വേണ്ടിയായിരുന്നു.
ഇന്ന് പറയപ്പെടുന്നത് സോവിയറ്റ് റഷ്യയാണ് ദരിദ്രർക്ക് ഭക്ഷണവും വസ്ത്രവും ലഭിക്കാനുള്ള സംവിധാനത്തിന് തുടക്കം കുറിച്ചത് എന്നാണ്. എന്നാൽ ഏറ്റവും ആദ്യം ഇത്തരത്തിലുള്ള ഒരു സമ്പദ് വ്യവസ്ഥ ഇസ്ലാമാണ് തുടങ്ങിയത്. ഹദരത്ത് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ തന്നെ എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും എല്ലാ പട്ടണങ്ങളിലുമുള്ള ആളുകളുടെ പേരുകൾ രജിസ്റ്ററുകളിൽ രേഖപ്പെടുത്തിക്കൊണ്ട് അതിനൊരു പ്രവർത്തന മാതൃകയും തുടങ്ങുകയുണ്ടായി. എല്ലാ വ്യക്തികളുടെയും പേര്, അവരുടെ ഭാര്യമാരുടെയും മക്കളുടെയും ഒക്കെ പേര്, അവരുടെ എണ്ണം ഒക്കെ തന്നെ രേഖപ്പെടുത്തുമായിരുന്നു. എല്ലാ വ്യക്തികൾക്കും വേണ്ടി റേഷൻ നിശ്ചയിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് തിന്നുന്നവർക്കും അതുപോലെ കൂടുതൽ അളവിൽ തിന്നുന്നവർക്കുമൊക്കെ തങ്ങളുടെ ഇഷ്ടപ്രകാരം തിന്നാൻ വേണ്ടിയുള്ള മാത്രം റേഷൻ അവർക്ക് ലഭ്യമാക്കപ്പെട്ടിരുന്നു. ചരിത്ര ഗ്രന്ഥങ്ങളിൽ വന്നിരിക്കുന്നത് ഹദരത്ത് ഉമർ റളിയല്ലാഹു തുടക്കത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തു. ആ തീരുമാനങ്ങളിൽ പാല് കുടിക്കുന്ന കുട്ടികൾക്കുള്ള അവകാശങ്ങൾ നൽകുമായിരുന്നില്ല. ആ സമയത്ത് അവർക്ക് ധാന്യങ്ങളും മറ്റുമായുള്ള സഹായം എത്തുമായിരുന്നില്ല. മാതാക്കൾ തങ്ങളുടെ കുട്ടികൾക്ക് പാലുകുടി നിർത്തിയതിനു ശേഷം മാത്രമായിരുന്നു അത്തരം സഹായങ്ങൾ ലഭിച്ചിരുന്നത്. ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ വിവരിച്ചതുപോലെ ഒരു രാത്രി ഹദരത്ത് ഉമർ റളിയല്ലാഹു ജനങ്ങളുടെ അവസ്ഥ അറിയാൻ വേണ്ടി റോന്തു ചുറ്റുകയായിരുന്നു. ഒരു കൂടാരത്തിൽ നിന്നും ഒരു കുട്ടിയുടെ കരച്ചിലിന്റെ ശബ്ദം കേട്ടു. ഹദരത്ത് ഉമർ റളിയല്ലാഹു അവിടെ തന്നെ നിന്നു. കുട്ടിയായിരുന്നു, കരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ കുട്ടിയുടെ മാതാവ് നെഞ്ചത്തടിച്ചുകൊണ്ട് ആ കുട്ടിയെ ഉറക്കാൻ ശ്രമിക്കുമായിരുന്നു. അപ്പോൾ ഒരുപാട് സമയം കഴിഞ്ഞപ്പോൾ ഹദരത്ത് ഉമർ റളിയല്ലാഹു ആ കൂടാരത്തിലേക്ക് കയറി. എന്നിട്ട് ആ സ്ത്രീയോട് പറഞ്ഞു, നീ കുട്ടിക്ക് എന്തുകൊണ്ടാണ് പാല് കൊടുക്കാത്തത്? ആ കുട്ടി എത്ര സമയമായി കരയുന്നു. ഈ സ്ത്രീ അപ്പോൾ പറഞ്ഞു, ആ സ്ത്രീക്ക് ഹദരത്ത് ഉമറിനെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. ഏതോ സാധാരണക്കാരനാണ് എന്ന് കരുതി ഇങ്ങനെ മറുപടി പറഞ്ഞു, താങ്കൾക്കറിയില്ലേ ഉമറിന്റെ തീരുമാനം എന്താണെന്ന്? പാല് കുടിക്കുന്ന കുട്ടികൾക്ക് ധാന്യങ്ങളും ഭക്ഷണ സാധനങ്ങളും കിട്ടുകയില്ല. ഞങ്ങൾ ദരിദ്രരാണ്, ഞങ്ങളുടെ ചെലവ് തന്നെ വളരെ കഷ്ടിച്ചാണ് പോകുന്നത്. ഞാൻ ഈ കുട്ടിയുടെ പാല് കൂടി നിർത്തുകയാണ്. അങ്ങനെ ബൈത്തുൽ മാലിൽ നിന്നും ഞങ്ങൾക്കും ധാന്യങ്ങൾ ലഭിക്കും. അതുകൊണ്ട് ഈ കുട്ടി വേണമെങ്കിൽ കരഞ്ഞോട്ടെ, ഉമറിന്റെ പ്രാണന് വേണ്ടി കരഞ്ഞോട്ടെ. ഉമറാണല്ലോ ഇങ്ങനെ ഒരു നിയമം പാസാക്കിയത്. ഹദരത്ത് ഉമർ റളിയല്ലാഹു ആ സമയത്ത് അവിടെ നിന്നും പെട്ടെന്ന് തന്നെ തിരിച്ചു വരികയും വഴിയിലുടനീളം വളരെയധികം വിഷമത്തോടു കൂടി ഇപ്രകാരം പറയുകയും ചെയ്യുമായിരുന്നു, ഉമർ ഉമർ, നിനക്കറിയില്ല, നിന്റെ ഈ നിയമം കാരണം അറബിയിലുള്ള എത്ര കുട്ടികളാണ് സമയത്തിനു മുമ്പേ പാലുകൂടി നിർത്തേണ്ടി വരേണ്ടി വന്നത്. അങ്ങനെ എത്ര വരും തലമുറകളാണ് ദുർബലമായി തീർന്നത്. അതിൻ്റെയൊക്കെ പാപം നിന്റെ തലയിലാണ്. ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ സ്റ്റോറിലേക്ക് വന്നു. അതിൻ്റെ വാതിൽ തുറന്നു. അതിൽ നിന്നും ഒരു ചാക്ക് ആട്ടയെടുത്ത് തൻ്റെ ചുമലിലേറ്റി. അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കണ്ടപ്പോൾ ആ ചാക്ക് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഹദരത്ത് ഉമർ പറഞ്ഞു, അല്ല, ഇത് എൻ്റെ തെറ്റാണ്. അതുകൊണ്ട് അതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടതും അത് അനുഭവിക്കേണ്ടതും ഞാൻ തന്നെയാണ്. അതുകൊണ്ട് അതും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആട്ടയുടെ ചാക്ക് എടുത്തുകൊണ്ട് ആ സ്ത്രീക്ക് എത്തിച്ചു. എന്നിട്ട് അടുത്ത ദിവസം തന്നെ ഒരു കൽപ്പനയും പുറപ്പെടുവിച്ചു. അതായത് ഒരു കുട്ടി ജനിച്ച ആ ദിവസം മുതൽ തന്നെ ആ കുട്ടികളുടെ ധാന്യങ്ങളും നിശ്ചയിക്കപ്പെടുന്നതായിരിക്കും. ആ ധാന്യം ആ കുട്ടിക്ക് മാതാവ് പാല് കുടിപ്പിക്കുന്നതിനാൽ ആ മാതാവിന് കൂടുതൽ ഭക്ഷണത്തിന്റെ ആവശ്യമുള്ളതിനാൽ മാതാവിന് നൽകപ്പെടുന്നതായിരിക്കും. പിന്നീട് ഹദരത്ത് മുസ്ലിം മൗദൂദ് പറയുന്നു, ഇസ്ലാമാണ് മനുഷ്യന്റെ സാമൂഹിക അവകാശങ്ങൾ സ്ഥാപിച്ചു കൊടുത്തത്. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ നിലപാടനുസരിച്ച് ഓരോരോ വ്യക്തിയുടെയും ഭക്ഷണം, താമസം, വസ്ത്രം ഒക്കെ തന്നെ ഭരണകൂടത്തിന്റെ ചുമതലയാണ്. ഈ ഒരു തത്വം പ്രാബല്യത്തിൽ വരുത്തിയതും നടപ്പിലാക്കിയതും ഇസ്ലാം തന്നെയാണ്. മറ്റ് ഭരണകൂടങ്ങൾ അത് അനുകരിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായും അനുകരിക്കുന്നില്ല. ബീമകൾ ചെയ്യുന്നു, ഇൻഷുറുകൾ ചെയ്യുന്നു, ഫാമിലി പെൻഷനുകൾ ചെയ്യുന്നു. എന്നാൽ യുവത്വത്തിലും വാർദ്ധക്യത്തിലും ഒക്കെ തന്നെ വസ്ത്രവും ഭക്ഷണവും ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്ന ഒരു തത്വം കൊണ്ടുവന്നതും നടപ്പിലാക്കിയതും ഇസ്ലാം തന്നെയാണ്. ഇതിനു മുമ്പുള്ള ഒരു മതങ്ങളും അത്തരമൊരു ആശയം മുന്നോട്ട് വെച്ചിട്ടില്ല. ഭൗതിക ഭരണകൂടങ്ങളൊക്കെ തന്നെ കാനശുമാരികൾ നടത്തുന്നത് ആളുകളിൽ നിന്നും ടാക്സ് വാങ്ങിക്കുന്നതിനും വേണ്ടിയും അതുപോലെ അവരെ പട്ടാളത്തിൽ ചേർത്താൻ വേണ്ടി അവരുടെ കണക്ക് വിവരങ്ങൾ എടുക്കുന്നതിനും വേണ്ടിയാണ്. ആവശ്യത്തിന് എത്ര യുവാക്കൾ പട്ടാളത്തിൽ ചേർത്താൻ വേണ്ടി ഉണ്ട് എന്നറിയാൻ വേണ്ടിയായിരുന്നു. ഇസ്ലാമിക ഭരണത്തിന്റെ കാര്യം അപ്രകാരമായിരുന്നില്ല. ഏറ്റവും ആദ്യം നടത്തിയ കാനേശുമാരി
ഹദ്രത്ത് ഉമർ അള്ളാഹുവിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. അത് നടത്തിയിരുന്നത് എല്ലാ ജനങ്ങൾക്കും ഭക്ഷണവും വസ്ത്രവും എത്തിക്കുക, അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതിനായിരുന്നു, അല്ലാതെ ടാക്സ് അവരിൽ ചുമത്താൻ വേണ്ടി ആയിരുന്നില്ല. അങ്ങനെ അതിൽ നിന്നും പട്ടാളത്തിൽ ചേർക്കാൻ എത്ര യുവാക്കൾ തയ്യാറായിട്ടുണ്ട് എന്ന കാര്യം അറിയുകയും ലക്ഷ്യമുണ്ടായിരുന്നില്ല. മറിച്ച് ആ കാനിഷുമാരി നടന്നിരുന്നത് ഓരോ വ്യക്തിക്കും ഭക്ഷണവും വസ്ത്രവും ലഭ്യമാക്കാൻ വേണ്ടിയായിരുന്നു. ആദ്യത്തെ കാനിഷുമാരി റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ നടന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നാൽ ആ സമയത്ത് മുസ്ലിങ്ങളുടെ ഭരണമായിരുന്നില്ല. ആ കാനിഷുമാരി നടത്തിയത് മുസ്ലിങ്ങളുടെ എണ്ണം അറിയാൻ വേണ്ടി മാത്രമായിരുന്നു. ഇസ്ലാമിക ഭരണകൂടം നിലവിൽ വന്നതിന് ശേഷം ഏറ്റവും ആദ്യം കാനിഷുമാരി നടത്തിയത് ഹദ്രത്ത് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ്. അത് നടത്തിയത് എല്ലാ വ്യക്തികൾക്കും ഭക്ഷണവും വസ്ത്രവും ലഭ്യമാക്കാനായിരുന്നു. ഇത് എത്ര സുപ്രധാനമായ കാര്യമാണ്. ഇത് മുഖേന ലോകം മുഴുവൻ സമാധാനം സ്ഥാപിക്കപ്പെടുന്നതാണ്. നിങ്ങൾ അപേക്ഷ തന്നുകൊള്ളുക, അതേക്കുറിച്ച് ആലോചിക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട്, വെറും വാക്ക് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യന്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. വെറും അപേക്ഷകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയും അതേക്കുറിച്ച് ആലോചിക്കാം എന്ന് പറയുകയും ചെയ്യുകയല്ല ഇസ്ലാം ചെയ്യുന്നത്. മറിച്ച് എല്ലാവർക്കും ഭക്ഷണവും വസ്ത്രവും എത്തിക്കുക ഭരണകൂടത്തിന്റെ ചുമതലയെ അത് നിശ്ചയിക്കുന്നു. എല്ലാ ദരിദ്രർക്കും ധനികർക്കും ഒരുപോലെ ഭക്ഷണത്തിനുള്ള സംവിധാനം ഒരുക്കുന്നു. കോടീശ്വരന്മാരായാൽ കൂടി അവർക്ക് വേണമെങ്കിൽ തങ്ങൾക്ക് ലഭിക്കുന്ന റേഷൻ മറ്റുള്ളവർക്ക് മുന്നോട്ട് കൊടുക്കാം. തങ്ങൾക്ക് അത് സ്വീകരിച്ചുകൊണ്ട് തങ്ങൾ ചെറിയവരായി എന്ന് അവർ കരുതുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്തായാലും ധനികർക്ക് കിട്ടുകയാണെങ്കിൽ അത്തരം ഭക്ഷണ സാമഗ്രികൾ അവർ തക്കവ കൈക്കൊണ്ടുകൊണ്ട് ആവശ്യക്കാർക്ക് എത്തിക്കുകയും സ്വയം പ്രയോജനം ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്യാവുന്നതുമാണ്. ഹദ്രത്ത് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ പ്രവിശ്യകളായി തിരിക്കുകയുണ്ടായി, സംസ്ഥാനങ്ങളുടെ തരംതിരിവ് നടക്കുകയുണ്ടായി. ഹിജ്റ 20-ാം വർഷത്തിൽ ഇസ്ലാം അധിനിവേശ പ്രദേശങ്ങളെയൊക്കെ തന്നെ 8 സംസ്ഥാനങ്ങളിൽ ആയി വിഭജിക്കുകയുണ്ടായി. ഹദ്രത്ത് ഉമർ റളിയല്ലാഹു ആണ് അത് ചെയ്തത്. അങ്ങനെ ഭരണകൂടത്തിന്റെ ഭരണകാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടിയായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ 1-ാം നമ്പർ മക്ക, 2-ാം നമ്പർ മദീന, 3-ാം നമ്പർ സിറിയ, 4-ാം നമ്പർ ജസീറ, 5-ാം നമ്പർ ബസ്ര, 6-ാം നമ്പർ കൂഫ, 7-ാം നമ്പർ ഈജിപ്ത്, 8-ാം നമ്പർ ഫലസ്തീൻ എന്നിവയായിരുന്നു. അതിനുശേഷം ഷൂറയുടെ സ്ഥാപനമാണ്. അത് ഉണ്ടായിരുന്നതും ആ കാലഘട്ടത്തിൽ തന്നെയാണ്. മജ്ലിസെ ഷൂറയിൽ ഈ 2 കൂട്ടരിൽ നിന്നുമുള്ള, അതായത് മുഹാജിറുകളിൽ നിന്നും അൻസാരികളിൽ നിന്നുമുള്ള അംഗങ്ങൾ ഉണ്ടാകേണ്ടത് നിർബന്ധമായിരുന്നു. അൻസാറുകൾ തന്നെ 2 ഗോത്രങ്ങളിൽ വിഭജിച്ചിരുന്നു, ഓസും ഖസ്റജും. അവർ 2 ഗോത്രങ്ങളിലുമുള്ള അംഗങ്ങൾ മജ്ലിസ് ഷൂറയിൽ കൂടിയാലോചന സമിതിയിൽ പങ്കെടുത്തിരുന്നു. ആ മജ്ലിസ് ഷൂറ ഹസ്രത്ത് ഉസ്മാൻ, ഹസ്രത്ത് അലി, ഹസ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ഹസ്രത്ത് മുആസ് ബിൻ ജബൽ, ഹസ്രത്ത് അബീ ബിൻ കാബ്, ഹസ്രത്ത് സെയ്ദ് ബിൻ സാബിത്ത് എന്നിവരൊക്കെ പങ്കെടുത്തതായിരുന്നു. ആ മജ്ലിസ് രൂപീകരിക്കുന്നതിൻ്റെ രീതി എപ്രകാരമായിരുന്നു എന്നാൽ, ആദ്യം ഒരു വിളംബരപ്പെടുത്തുന്ന ആൾ വിളംബരപ്പെടുത്തുമായിരുന്നു. അസ്സലാത്തു ജാമി, അതായത് എല്ലാവരും നമസ്കാരത്തിനായി ഒത്തുകൂടുക. എല്ലാവരും നമസ്കാരത്തിനായി ഒത്തുകൂടിയതിനു ശേഷം ഹദ്രത്ത് ഉമർ മസ്ജിദ് നബവിയിൽ പോയി 2 റക്കാത്ത് നമസ്കരിക്കുമായിരുന്നു. നമസ്കാരത്തിന് ശേഷം മിമ്പറിൽ കയറി ഒരു ഖുത്ബ നിർവഹിക്കുമായിരുന്നു. എന്നിട്ട് ചർച്ചാ വിഷയങ്ങൾ അവിടെ അവതരിപ്പിക്കുമായിരുന്നു. അതിന്മേൽ ചർച്ച നടക്കുമായിരുന്നു. സാധാരണ ദിനേനയുള്ള കാര്യങ്ങൾ ഈ മജ്ലിസിൻ്റെ തീരുമാനത്താൽ തന്നെ എടുക്കുമായിരുന്നു, കാര്യങ്ങൾ നടത്തുമായിരുന്നു. എന്നാൽ സുപ്രധാനമായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മുഹാജിറുകളും അൻസാരികളും ഒരു പൊതു ജലസ നടത്തുകയും എല്ലാവരുടെയും ഏകകണ്ഠേനയുള്ള അഭിപ്രായത്താൽ അത് നിശ്ചയിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു. പട്ടാളക്കാരുടെ ശമ്പളം, അതുപോലെ ഓഫീസ് ക്രമീകരണം, അതുപോലെ ഗവർണർമാരുടെ നിയമനം, അന്യ സമുദായങ്ങളുടെ കച്ചവട സ്വാതന്ത്ര്യം, അതുപോലെ അവരിൽ നിന്നുമുള്ള ടാക്സ് വാങ്ങിക്കേണ്ട രീതികൾ, അങ്ങനെ അത് തുടങ്ങി എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഷൂറയിൽ അവതരിപ്പിക്കപ്പെടുമായിരുന്നു, അവിടെ തീരുമാനിക്കപ്പെടുമായിരുന്നു. മജ്ലിസ് ഷൂറയുടെ യോഗങ്ങളിൽ മിക്കവാറും പ്രത്യേകമായ ആവശ്യങ്ങൾ നേരിടുമ്പോൾ സമിതികൾ ചേരുമായിരുന്നു. അതുകൂടാതെ മറ്റൊരു മജ്ലിസും നടക്കുമായിരുന്നു. ദിനേനയുള്ള സംവിധാനപരമായ കാര്യങ്ങളും മറ്റു പൊതു ആവശ്യങ്ങളും ഒക്കെ മുൻനിർത്തി അതിൽ ചർച്ച നടത്തുമായിരുന്നു. ഈ മജ്ലിസ് എപ്പോഴും മസ്ജിദ് നബവിയിലായിരുന്നു സംഘടിപ്പിക്കപ്പെട്ടിരുന്നത്. അതിൽ മുഹാജിരീങ്ങളായ സഹാബാക്കൾ മാത്രമായിരുന്നു പങ്കെടുത്തിരുന്നത്. സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നുമുള്ള ദിനേനയുള്ള വാർത്തകൾ
ഖിലാഫത്തിൽ എത്തിയതിനു ശേഷം ഹസരത്ത് ഉമർ ആ മജ്ലിസിൽ അത് അവതരിപ്പിക്കുമായിരുന്നു. ചർച്ച ചെയ്യേണ്ട എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ചർച്ച ചെയ്യുമായിരുന്നു. അതുപോലെ ജനങ്ങളിൽ നിന്ന് അഭിപ്രായം ആരായുമായിരുന്നു. മജ്ലിസ് ഷൂറയുടെ അംഗങ്ങളെ കൂടാതെ പൊതുജനങ്ങൾക്കും ഇത്തരം ഭരണപരമായ കാര്യങ്ങളിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാമായിരുന്നു. സംസ്ഥാനങ്ങളും പ്രവിശ്യങ്ങളിലും ഉള്ള ഭരണാധിപന്മാരെ നിശ്ചയിക്കുന്നിരുന്നത് മിക്കവാറും അവിടെയുള്ള പ്രജകളുടെ ഇഷ്ടപ്രകാരമായിരുന്നു. മറിച്ച് ചില സമയങ്ങളിൽ ഇലക്ഷന്റെ എല്ലാ നടപടികളും നടക്കുമായിരുന്നു. കൂഫിയും ബസറിയും ഷാമും ഇവിടങ്ങളിലൊക്കെ ടാക്സ് ശേഖരിക്കാൻ വേണ്ടിയുള്ള ഓഫീസർമാരെ നിയമിക്കാൻ വേണ്ടി ഹദരത്ത് ഉമർ അൻഹു ആ 3 സംസ്ഥാനങ്ങളിലും എഴുതി അറിയിച്ചത് അവിടെ അവർ തങ്ങൾക്ക് ഇഷ്ടമുള്ള, തങ്ങൾ യോഗ്യരായി കണക്കാക്കുന്ന, തങ്ങൾ ഏറ്റവും വിശ്വസ്തരായി ഗണിക്കുന്ന ആളുകളെ തിരഞ്ഞെടുത്ത് അയക്കുക എന്നായിരുന്നു. ഇങ്ങനെ ഗവർണർമാരെ നിശ്ചയിക്കുക, അവർക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകുക, അവർക്ക് എങ്ങനെയായിരുന്നു നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്നു. സുപ്രധാന ചുമതലകളിൽ ഉള്ള ഭാരവാഹികളെ നിയമിക്കുന്നതിനായി ഷൂറയിൽ ആയിരുന്നു തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ എല്ലാവരുടെയും, ഷൂറ അംഗങ്ങളുടെ എല്ലാവരുടെയും ഐകകണ്ഠേനയുള്ള തീരുമാനം അനിവാര്യമായിരുന്നു. അങ്ങനെയായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. ചില സമയങ്ങളിൽ അതാത് സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ജില്ലയിലെ ഭരണാധിപന്മാർക്ക് ഇത്തരത്തിൽ കൽപ്പന എഴുതി അയക്കുമായിരുന്നു. അതായത് അവിടെ കൂടുതൽ കഴിവുള്ള വ്യക്തികളെ തിരഞ്ഞെടുത്ത് അവരെ തന്നെ ഗവർണർമാരായും ഓഫീസർമാരായും നിശ്ചയിക്കാൻ വേണ്ടി ഹസരത്ത് ഉമർ അൻഹു എഴുതി അറിയിക്കുമായിരുന്നു. ഹസരത്ത് ഉമർ അൻഹു ഗവർണർമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുമായിരുന്നു. അതിലും വലിയ യുക്തിയുണ്ട്. കാരണം അങ്ങനെ അവർക്ക് വിശ്വസ്തയോടെ തങ്ങളുടെ ജോലികൾ ചെയ്യാൻ സാധിക്കും. അവർക്ക് ഭൗതികമായ അത്യാഗ്രഹങ്ങളൊന്നും തന്നെ അങ്ങനെ ഉണ്ടാകുകയില്ല. ഹസരത്ത് ഉമർ എപ്പോഴും ഭാരവാഹികൾക്ക് ഇപ്രകാരം ഉപദേശം നൽകുമായിരുന്നു: ഓർത്തുകൊള്ളുക, നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ അമീർമാരായി ഉള്ളത് നിങ്ങൾ അവരോട് കർക്കശമായി പെരുമാറാൻ വേണ്ടിയല്ല, മറിച്ച് നിങ്ങൾ അവരുടെ ഇമാമായാണ് നിങ്ങളെ ഞാൻ അയച്ചിരിക്കുന്നത്. നിങ്ങളെ അവർ പിന്തുടരേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ നിറവേറ്റി കൊടുക്കുക. അവരെ പ്രഹരിക്കരുത്, അവരെ നിന്ദിക്കരുത്, അവർക്ക് ശിക്ഷാ നടപടികൾ നേരിടേണ്ട സാഹചര്യം ഉണ്ടാക്കരുത്. എപ്പോഴും അവരുടെ അവകാശങ്ങൾ അവർക്ക് നൽകാനായി ശ്രമിക്കുക. ആരെയും അനാവശ്യമായി പുകഴ്ത്താൻ പാടില്ല. അങ്ങനെ അത് ഫിത്നക്ക് വഴിവെക്കും. അതുപോലെ എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ വാതിലുകൾ അവർക്കായി തുറന്നു വെക്കണം. അല്ലെങ്കിൽ കയ്യൂക്കുള്ളവർ ദുർബലരെ അവരുടെ അവകാശങ്ങൾ തട്ടിയെടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ആരുടെയും മേൽ തങ്ങൾ കേമന്മാരാണ് എന്ന് ധരിക്കരുത്. അത് അവരോട് ചെയ്യുന്ന അക്രമമായിരിക്കും. അതുപോലെ തന്നെ ഗവർണറായി ചാർജ് എടുക്കുന്നവരോട് ഇപ്രകാരം പ്രതിജ്ഞ ചെയ്യിപ്പിക്കുമായിരുന്നു: അവരൊരിക്കലും തുർക്കി കുതിരയിൽ സവാരി ചെയ്യുകയില്ല, ഒരിക്കലും തന്നെ നേർത്ത വസ്ത്രങ്ങൾ ധരിക്കുകയില്ല, അതുപോലെ അരിച്ച സോഫ്റ്റായ ആട്ട കഴിക്കുകയില്ല, അതുപോലെ തങ്ങളുടെ വാതിലിന് പുറത്ത് കാവൽ ഭടന്മാരെ നിശ്ചയിക്കുകയില്ല, അതുപോലെ എപ്പോഴും ആവശ്യക്കാർക്ക് വേണ്ടി തങ്ങളുടെ വാതിലുകൾ തുറന്നു വെക്കും എന്നീ ശപഥങ്ങൾ ചെയ്യിപ്പിക്കുമായിരുന്നു. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ എല്ലാ ഗവർണർമാർക്ക് എത്തിക്കുകയും അത് സാധാരണ ജനങ്ങൾക്ക് മുമ്പാകെ വായിച്ചു കേൾപ്പിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു. ഗവർണർമാരെ നിശ്ചയത്തിന് ശേഷം അവരുടെ സ്വത്തുവകകൾ ഒക്കെ തന്നെ പരിശോധിക്കുമായിരുന്നു. ഏതെങ്കിലും ഗവർണർക്ക് അസാധാരണമായ നിലയിൽ സമ്പത്ത് കൂടി വരുന്നതായി കാണുകയാണെങ്കിൽ അതിന് അവർ തക്കതായ മറുപടി നൽകുകയില്ല. അങ്ങനെ ഒരു സ്ഥിതി വന്നാൽ അവരെ വിചാരണ ചെയ്യുമായിരുന്നു. അതുപോലെ അവരിൽ നിന്നും അധികമായി കണ്ടുകെട്ടിയ ധനം ബൈത്തുൽ മാലിൽ നിക്ഷേപിക്കുകയും ചെയ്യുമായിരുന്നു. ഗവർണർമാർക്ക് ഉണ്ടായിരുന്ന പ്രത്യേക നിർദ്ദേശം ഹജ്ജ് വേളയിൽ അവർ നിർബന്ധമായും വരണം എന്നായിരുന്നു. കാരണം അവിടെ ഒരു പബ്ലിക് കോർട്ട് നടക്കുമായിരുന്നു. അതിൽ ആർക്ക് വേണമെങ്കിലും ഏത് ഗവർണറെക്കുറിച്ചും പരാതി ബോധിപ്പിക്കാമായിരുന്നു. ആ പരാതി അവിടെ ഉടൻ പരിഹരിക്കപ്പെടുമായിരുന്നു. ഗവർണർമാർക്കെതിരെ വരുന്ന പരാതികളെ അന്വേഷണ വിധേയമാക്കുമായിരുന്നു. അതിനായി ഒരു കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മുതിർന്ന സഹാബാക്കളായിരുന്നു അന്വേഷണം നടത്തിയിരുന്നത്. അത്തരം പരാതികൾ സത്യമാണെന്ന് തെളിയുകയാണെങ്കിൽ അത്തരം ഗവർണർമാരെ വിചാരണയ്ക്ക് വിധേയരാക്കുമായിരുന്നു. ഗവർണർമാരെ കുറിച്ചുള്ള പരാതികളെക്കുറിച്ച്
ഹസ്രത്ത് ഉമർ അള്ളാഹുവിൻ്റെ നിലപാട് എന്തായിരുന്നു എന്ന് പരാമർശിച്ചുകൊണ്ട് ഹസ്രത്ത് മുസ്ലിം മൗദ് എഴുതുന്നു, ഹസ്രത്ത് ഉമർ അള്ളാഹുവിൻ്റെ ഒരു സംഭവമുണ്ട്. കൂഫയിലുള്ള ആളുകൾ പ്രക്ഷോഭകാരികളായിരുന്നു. എപ്പോഴും തങ്ങളുടെ ഓഫീസർമാർക്കെതിരെ അവർ പരാതി കൊടുക്കുമായിരുന്നു. ഇന്ന കാളി, അതുപോലെ ഇന്ന വ്യക്തി ഇത്തരം കുറവുകളുള്ള വ്യക്തികളാണ്, അവർക്ക് ഇന്ന കുറവുകളുണ്ട് എന്നവർ പറയുമായിരുന്നു. ഹസ്രത്ത് ഉമർ അവരുടെ പരാതി വന്നാൽ അവരുടെ ഓഫീസർമാരെ മാറ്റുമായിരുന്നു, പുതിയ ഓഫീസർമാരെ അവിടത്തേക്ക് അയക്കുമായിരുന്നു. അങ്ങനെ ഓഫീസർമാരെ മാറ്റിക്കൊണ്ടിരുന്നു. ചില ആളുകൾ ഹസ്രത്ത് ഉമറിനോട് വന്നു പറഞ്ഞു, ഈ രീതി ശരിയല്ല, ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നാൽ ഇവർ കൂടുതൽ കൂടുതൽ പരാതിയുമായി മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ താങ്കൾ ഇനി മുതൽ ഓഫീസർമാരെ മാറ്റരുത് എന്ന് പറയുമായിരുന്നു. എന്നാൽ ഹസ്രത്ത് ഉമർ അവരോട് പറഞ്ഞിരുന്നത്, ഞാൻ ഓഫീസർമാരെ മാറ്റിക്കൊണ്ടേയിരിക്കും. ഏതുവരെ എന്നാൽ കുഫക്കാർ സ്വയം തളർന്നു പോകുന്നത് വരെ ഞാനത് ചെയ്യുമെന്നായിരുന്നു. ഒരു സുദീർഘ കാലത്തിനു ശേഷം അവരുടെ നിരന്തരം പരാതികൾ വന്നു കൊണ്ടേയിരുന്നപ്പോൾ ഹസ്രത്ത് ഉമർ പറഞ്ഞു, ഇനി ഞാൻ കൂഫയ്ക്ക് അയക്കാൻ പോകുന്ന ഗവർണർ അവരെ ശരിപ്പെടുത്തുന്നതായിരിക്കും. ആ ഗവർണർ 19 വയസ്സുള്ള ഒരു യുവാവായിരുന്നു. ഹസ്രത്ത് ഉമർ അദ്ദേഹത്തെ ആയിരുന്നു അവരെ ശരിയാക്കാൻ വേണ്ടി അയച്ചിരുന്നത്. ആ 19 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ അബ്ദുറഹ്മാൻ ബിൻ ഉബൈ ലൈല എന്ന പേരുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം വരുന്ന വിവരം കൂഫക്കാർക്ക് അറിഞ്ഞപ്പോൾ 19 വയസ്സുള്ള ഒരു ചെക്കനാണ് ഗവർണറായി നിയമിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അവർ അറിഞ്ഞപ്പോൾ അവരെല്ലാവരും ഒത്തുകൂടി അദ്ദേഹത്തെ കളിയാക്കാനുള്ള പദ്ധതിയിട്ടു. അവർ ദ്രോഹബുദ്ധികളും അതുപോലെ ധിക്കാരികളുമായിരുന്നു. അവരെല്ലാവരും കൂടി 70, 80, 90 വയസ്സുള്ള വൃദ്ധരെ സംഘടിപ്പിക്കുകയും അവർക്ക് നീണ്ട നീണ്ട കുപ്പായങ്ങൾ കൊടുക്കുകയും അവരെയൊക്കെ കൂട്ടി പട്ടണത്തിന് പുറത്ത് എല്ലാവരും ഒരുമിച്ച് കൂടി അബ്ദുറഹ്മാനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി പോവുകയും അദ്ദേഹത്തെ അവിടെ വെച്ച് അപഹാസ്യനാക്കുകയും ചെയ്യാൻ. അങ്ങനെ അവർ അദ്ദേഹത്തോട്, സാഹിബെ, താങ്കളുടെ പ്രായം എന്താണ് എന്ന് ചോദിക്കുകയും അദ്ദേഹം മറുപടി നൽകുമ്പോൾ ചിരിച്ച് പരിഹസിച്ചുകൊണ്ട്, ഈ പീറ ചക്കനാണോ ഞങ്ങളുടെ ഗവർണർ എന്ന് പറയുകയും ചെയ്യാൻ അവർ പദ്ധതിയിട്ടു. അങ്ങനെ അവരുടെ ആ സ്കീം അനുസരിച്ച് അവർ പട്ടണത്തിൽ നിന്നും 2-3 മൈലുകൾ അപ്പുറം അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോയി. അവിടെ കഴുതപ്പുറത്ത് അബ്ദുറഹ്മാൻ ബിൻ ഉബൈ ലൈല വന്നെത്തി. കൂഫയുള്ള എല്ലാവരും അവിടെ അണിയായി നിരന്നു നിന്നു. ഓരോ സഫിൻ്റെയും ആദ്യത്തെ വ്യക്തി ഏതെങ്കിലും വൃദ്ധനായിരുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഉബൈ ലൈല അവരുടെ അടുത്തെത്തിയപ്പോൾ അവർ ചോദിച്ചു, താങ്കളാണോ ഞങ്ങളുടെ ഗവർണറായി നിശ്ചയിക്കപ്പെട്ട് വന്നിട്ടുള്ളത്? അബ്ദുറഹ്മാൻ എന്നല്ലേ താങ്കളുടെ പേര്? അദ്ദേഹം പറഞ്ഞു, അതെ. അപ്പോൾ അവർ ഒരു പടുവൃദ്ധനായ വ്യക്തിയെ മുന്നോട്ടേക്ക് വിട്ടു. അയാൾ ചോദിച്ചു, സാഹിബെ, താങ്കളുടെ പ്രായം എത്രയാണ്? അബ്ദുറഹ്മാൻ പറഞ്ഞു, എൻ്റെ പ്രായമാണോ നിങ്ങൾ ചോദിക്കുന്നത്? എൻ്റെ പ്രായം ഊഹിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞു തരാം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമ ബിൻ സെയ്ദിന് 10,000 സഹാബാക്കളുടെ സേനാധിപനായി അയച്ചപ്പോൾ അതിൽ അബൂബക്കറും ഉമറും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഉസാമ ബിൻ സെയ്ദിനുണ്ടായിരുന്ന പ്രായത്തേക്കാൾ 1 വയസ്സ് കൂടുതലാണ് എൻ്റെ പ്രായം. ഇത് കേട്ടപ്പോൾ അവരുടെ മേൽ മഞ്ഞ് വീണ് പോലെയായി. അവരെല്ലാവരും പിറകോട്ടേക്ക് നീങ്ങി വളരെ ലജ്ജിതരായി മാറി നിന്നു. എന്നിട്ട് പരസ്പരം നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈ ചെക്കൻ ഇവിടെ നിന്നാൽ നമ്മുടെ കാര്യം കണക്ക് തന്നെ. ഇവന്റെ മുന്നിൽ വെച്ച് ആരും ഒന്നും തന്നെ പറയാൻ നിൽക്കരുത്, ഇവൻ നമ്മുടെ തൊലി ഉരിയുന്നതായിരിക്കും. അങ്ങനെ അവരെല്ലാവരും അദ്ദേഹത്തിന് മുമ്പിൽ ഒന്നും തന്നെ മിണ്ടിയില്ല. ഒരു സുദീർഘകാലം അദ്ദേഹം അവിടെ ഗവർണറായി തുടർന്നു. അടുത്തത് ടാക്സിന്റെ സിസ്റ്റമാണ്. ഹസ്രത്ത് ഉമർ ഇറാഖും സിറിയയും വിജയിച്ചടക്കിയതിനു ശേഷം അവിടെ ടാക്സിന്റെ സംവിധാനം ഒരുക്കി. അതേക്കുറിച്ച് കൂടുതൽ ശ്രദ്ധ ചെലുത്തി. അവിടെ രാജാക്കന്മാർ പ്രദേശവാസികളിൽ നിന്നും ബലപ്രയോഗത്താൽ കൈയടക്കി വച്ചിരുന്ന ഭൂമികൾ ആ രാജാക്കന്മാർ അത് അവരുടെ ദർബാരികൾക്കും അതുപോലെ അമീർമാർക്കും നൽകിയതായിരുന്നു. അതൊക്കെ തന്നെ പ്രദേശവാസികൾക്ക് ഹസ്രത്ത് ഉമർ തിരിച്ച് ഏൽപ്പിച്ചു. അതോടൊപ്പം തന്നെ മറ്റൊരു കൽപ്പനയും അദ്ദേഹം പുറപ്പെടുവിച്ചു. അതായത് ഈ രാജ്യങ്ങളിലൊക്കെ അറേബ്യയിലുള്ള യുവാക്കൾ താമസമാക്കിയിട്ടുണ്ട്, വന്ന് താമസിക്കുന്നുണ്ട്.
അവർക്ക് ആർക്കും തന്നെ കൃഷി ചെയ്യാനുള്ള അനുവാദം ഉണ്ടാകുകയില്ല. അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് എന്ന് വെച്ചാൽ, അവിടെയുള്ള പ്രദേശവാസികൾക്കായിരുന്നു കൃഷിയെക്കുറിച്ച് പരിചയമുണ്ടായിരുന്നത്, അനുഭവ സമ്പത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ പ്രദേശത്തെ പ്രത്യേക നിലയിലുള്ള കൃഷികളെക്കുറിച്ച് അറിവുള്ള അവർ തന്നെ അവിടെ കൃഷി നടത്തണമെന്നും പുറത്തുനിന്ന് വന്ന ആർക്കും തന്നെ കൃഷി നടത്താൻ അനുവാദമില്ലെന്നും ഉമർ കൽപ്പന പുറപ്പെടുവിക്കുകയുണ്ടായി. മുമ്പ് കൃഷിയിൽ നിന്നുമുള്ള നികുതി ജനങ്ങളിൽ നിന്നും ബലം പ്രയോഗിച്ചായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അങ്ങനെയുള്ള ടാക്സിന് ഒരു കൃത്യമായ സംവിധാനം ഏർപ്പെടുത്തി. അതുപോലെ തന്നെ ടാക്സ് ശേഖരിക്കുന്ന രീതിയും മയപ്പെടുത്തി, അതിലും ഭേദഗതികൾ വരുത്തി. അതുപോലെ ദിമ്മികളെക്കുറിച്ചും കൂടുതൽ ശ്രദ്ധ ചെലുത്തി, അവർക്കും കൂടുതൽ പരിഗണന നൽകി. അവരിൽ നിന്നും ടാക്സ് ശേഖരിക്കുമ്പോൾ അവരോട് വ്യവസ്ഥാപിതമായ നിലയിൽ തന്നെ കാര്യങ്ങൾ തിരക്കുമായിരുന്നു. നിങ്ങളോട് വല്ല അക്രമവും അതിക്രമവും ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു. പാർസി മതക്കാരും ക്രിസ്ത്യാനികളുമായ ദിമ്മി പ്രജകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവരോട് അവരുടെ അഭിപ്രായങ്ങളും ആരായുമായിരുന്നു. അവരുടെ അഭിപ്രായങ്ങളെ വിലമതിക്കുമായിരുന്നു. കൃഷിക്ക് പ്രചാരം നൽകുന്നതിന് വേണ്ടി ഹസരത്ത് ഉമർ റളിയല്ലാഹു ജനവാസമില്ലാത്ത ഭൂനിലങ്ങളെക്കുറിച്ച് പറഞ്ഞു. ആ ഭൂമികളെ ആവാസയോഗ്യമാക്കി മാറ്റുന്നവർക്ക് ആ ഭൂമി ലഭിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി 3 വർഷത്തെ കാലയളവ് നൽകുകയുണ്ടായി. അവിടെ കനാലുകൾ പണി കഴിപ്പിക്കപ്പെട്ടു. അതുപോലെ തന്നെ ജലസേചന വകുപ്പിന് രൂപം കൊടുത്തു. ജലസേചന വകുപ്പ് കുളങ്ങളും അതുപോലെ കനാലുകളും നിർമ്മിക്കുമായിരുന്നു. അങ്ങനെ അവിടെയുള്ള കൃഷി കൂടുതൽ മെച്ചപ്പെട്ടു. ഇങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങളാണ് ഹസരത്ത് ഉമറിൻ്റേത്. ഈ പരാമർശം ഇനിയും ഹസരത്ത് ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള വിവരണം തുടരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ഞാനിവിടെ ഒരു അറിയിപ്പ് നടത്താൻ ആഗ്രഹിക്കുന്നു. അത് അഹമ്മദിയ എൻസൈക്ലോപീഡിയയെ കുറിച്ചാണ്. ഇന്ന് അത് ലോഞ്ച് ചെയ്യപ്പെടുന്നതായിരിക്കും. കേന്ദ്ര ആർക്കൈവ് ആൻഡ് റിസർച്ച് സെൻറ്റർ ഡിപ്പാർട്ട്മെൻ്റ് ആണ് അത് തയ്യാറാക്കിയിട്ടുള്ളത്. കുറച്ചു കാലമായി അവർ ഇതിന് പിറകെയായിരുന്നു. ഇതിൻ്റെ പണി തുടങ്ങിയിരുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ വെബ്സൈറ്റ് ജമാഅത്ത് അംഗങ്ങൾക്ക് ഓൺലൈനായി ലഭിക്കുന്നതായിരിക്കും. www.ahmadiyyapedia.org എന്ന വെബ്സൈറ്റിൽ ഇത് ലഭ്യമായിരിക്കും. അത് ഒരു സെർച്ച് എഞ്ചിൻ്റെ രീതിയിലുള്ള ഹോം പേജ് ആയിരിക്കും തുറക്കുക. അതിൽ കണ്ടന്റുകൾ സെർച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വളരെ ലളിതമായ നിലയിലും എളുപ്പം ഉപയോഗിക്കാൻ പറ്റുന്ന നിലയിലുമാണ് ഇതിൻ്റെ രൂപഘടനയുള്ളത്. ജമാഅത്തിൻ്റെ ഗ്രന്ഥങ്ങൾ, അതുപോലെ വ്യക്തിവിവരങ്ങൾ, സംഭവങ്ങൾ, വിശ്വാസാദർശങ്ങൾ, അതുപോലെ ജമാഅത്തിൻ്റെ കെട്ടിടങ്ങൾ എന്നിവ സംബന്ധിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ ഇതിൽ നിന്ന് ലഭ്യമാകുന്നതായിരിക്കും. ഓരോ എൻട്രിയുടെ കൂടിയും അതാത് വെബ്സൈറ്റുകളെക്കുറിച്ചും അതുപോലെ വീഡിയോസുകളും ജമാഅത്തിൻ്റെ പത്രമാസികകളിലുള്ള ലേഖനങ്ങളും ഒക്കെ അതിൻ്റെയൊക്കെ ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ വിശദമായ വിവരങ്ങൾ ആ ലിങ്കുകൾ വഴി ലഭ്യമാകുന്നതായിരിക്കും. അങ്ങനെ വിശദാംശങ്ങൾക്കായി നൽകപ്പെടുന്ന ലിങ്ക്സിൻ്റെ മറ്റൊരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, അതുവഴി ജമാഅത്തിൻ്റെ മറ്റ് വെബ്സൈറ്റുകളിലേക്കും ഇങ്ങനെ സർഫ് ചെയ്യുന്നവർക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ജമാഅത്തിൻ്റെ പത്രമാസികകളെക്കുറിച്ചും ഒക്കെ അവർക്ക് അറിയാൻ സാധിക്കും. അതിൽ നിന്ന് ഫലമെടുക്കാൻ സാധിക്കും. ലോകത്ത് മുഴുവനുമുള്ള അഹമ്മദികളുടെ കയ്യിൽ ഒരുപാട് പ്രയോജനകരമായ അറിവുകൾ ഉണ്ടാകാം. അതൊക്കെ റെക്കോർഡ് ചെയ്യപ്പെട്ടു എന്ന് വരണമെന്നില്ല. അഹമ്മദി പീഡിയയുടെ വെബ്സൈറ്റ് അതിനുവേണ്ടി ഒരു കോൺട്രിബ്യൂട്ട് ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. അവിടെ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള അറിവുകൾ, തെളിവുകൾ, പ്രമാണങ്ങൾ ഒക്കെ തന്നെ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ അത് നേരിട്ട് തന്നെ ആർക്കും അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയില്ല. അതിൻ്റെ ബന്ധപ്പെട്ട സംഘാടകർക്ക് എത്തിക്കാൻ ആണ് സാധിക്കുക. അങ്ങനെ ലഭിക്കുന്ന കണ്ടന്റുകൾ അന്വേഷണ വിധേയമാക്കിയതിനു ശേഷം അതിൻ്റെ ആധികാരികത ഉറപ്പ് വരുത്തിയതിനു ശേഷം ബന്ധപ്പെട്ട കണ്ടന്റിൻ്റെ എൻട്രിയിൽ അതും ഉൾപ്പെടുത്തുന്നതായിരിക്കും. അങ്ങനെ ഈ വെബ്സൈറ്റ് ജമാഅത്ത് അംഗങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളോടെ മുന്നോട്ട് പോകുന്നതായിരിക്കും. അങ്ങനെയുള്ളൊരു പ്രൊജക്റ്റ് ആയിരിക്കും ഇത്. ഇൻഷാ അല്ലാഹ് എല്ലാ അഹമ്മദികൾക്കും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കണ്ടന്റ് ഈ വെബ്സൈറ്റിൽ ലഭിക്കുന്നില്ല എങ്കിൽ അഹമ്മദിയ പീഡിയയുമായി ബന്ധപ്പെടാനും അതുപോലെ നിങ്ങൾ ആവശ്യപ്പെട്ട കണ്ടന്റ് ഈ വെബ്സൈറ്റ് നിങ്ങൾക്ക്
ഒരുക്കി തരാനുമുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പറയുന്നത്, ഈ കൊടുത്തിരിക്കുന്ന കണ്ടന്റുകളും ഇൻഫോർമേഷനുകളൊക്കെ തന്നെ വളരെയധികം ആധികാരികമാണെങ്കിൽ കൂടി ഇങ്ങനെ ഇന്റർനെറ്റ് സർഫ് ചെയ്യുന്നവർക്ക്, ഇത് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്നവർക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾക്ക് വിരുദ്ധമായ അല്ലെങ്കിൽ വിവരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ വിവരങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെങ്കിൽ, അതിനും തക്കതായ തെളിവുകളും പ്രമാണങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അങ്ങനെ അതൊക്കെ പരിശോധനാ വിധേയമാക്കിയതിനു ശേഷം ജമാഅത്തിന്റെ ചരിത്രം വളരെ ആധികാരികമായ നിലയിൽ റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം ചെയ്യുന്നതായിരിക്കും. ഈ വെബ്സൈറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ടെക്നിക്കൽ സ്റ്റേജുകൾ, അതായത് സാങ്കേതിക ഘട്ടങ്ങളൊക്കെ തന്നെ കേന്ദ്ര ശോഭ ITI ആണ് വളരെ നല്ല നിലയിൽ നിർവഹിച്ചിട്ടുള്ളത്. വളരെയധികം അധ്വാനം ഇതിൻ്റെ പിറകിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിനു വേണ്ടി ഒരു പെർമനന്റ് ടീമിനെ കൂടാതെ ഒരുപാട് വോളണ്ടിയേഴ്സും ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. കണ്ടന്റ് തയ്യാറാക്കുന്നത് കേന്ദ്ര ആർക്കൈവ് ഡിപ്പാർട്ട്മെന്റിലെ മുറബികളും അതുപോലെ വോളണ്ടിയേഴ്സുമാണ്. അവർ വളരെ അധ്വാനത്തോടു കൂടിയാണ് ഇതൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ ഉറുദുവിലുള്ള അതിൻ്റെ തർജ്ജമ അപ്ലോഡ് ചെയ്യുക, അങ്ങനെ ഒരുപാട് അധ്വാനത്തോടു കൂടിയാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അള്ളാഹു ഈ വെബ്സൈറ്റിന് വേണ്ടി പ്രവർത്തിച്ച ഇതിന് പിറകിലുള്ള എല്ലാവർക്കും മഹത്തായ പ്രതിഫലം നൽകുമാറാകട്ടെ. ജുമാ നമസ്കാരത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് ഞാൻ ഇത് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.